അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി താജുന്നീസയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടിവി പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവരും കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി ഒരു പ്രാർത്ഥനാ വിഷയം പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ താജുനിസായെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ദൈവനാമ മഹത്വം എടുക്കുമാറാകട്ടെ. ഈ അരോമ ടിവിയില് ഇപ്രകാരം വന്ന് സാക്ഷ്യമായിരിക്കുവാൻ എനിക്ക് സർവകൃപാലുവായ ദൈവം തന്ന നല്ല സാവകാശത്തിന് ഞാൻ എൻ്റെ കർത്താവിന് സകല മഹത്വവും മാനവും നന്ദിയും കരയറ്റുന്നു. കർത്താവിന്റെ നാമം മാത്രം ഇതിലൂടെ മഹത്വം എടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അവസരം ഒരുക്കി തന്നതായ ഈ അരോമ ടിവിയോടും അതുപോലെ പ്രിയ ദൈവദാസനോടും ഇതിലെ എല്ലാ അംഗങ്ങളോടും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എനിക്ക് ഈ അരോമ ടിവിയെ പരിചയപ്പെടുത്തി തന്നത് പ്രിയ സിസ്റ്റർ സൗദ ബീബിയാണ്. ആ സഹോദരിയോടും ഞാൻ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എനിക്ക് കർത്താവിന്റെ വലിയ നാമത്തിന് വേണ്ടി ഇപ്രകാരം ആയിരിക്കാൻ ഒരു ഭാഗ്യം ദൈവം തന്നു. അതിനായി ഞാൻ സ്തുതിക്കുന്നു. എൻ്റെതായ അനുഭവത്തിൽ ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നത് ഈ അരോമ ടിവിയിൽ നിന്ന് 2-3 പേരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് തൊട്ടേ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഈ അരോമ ടിവിയിൽ എനിക്കൊന്ന് സാക്ഷ്യം പറയാൻ അവസരം ഉണ്ടാകുമോ. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ഈ സാക്ഷ്യത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു സാക്ഷ്യം കേട്ടാണ് കർത്താവിനെ അറിയുവാനും രക്ഷിക്കപ്പെടുവാൻ ഇടയായത്. അത് ഞാൻ വഴിയെ പറയാം. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. എൻ്റെ പേര് താജുനിസ. എൻ്റെ ജന്മസ്ഥലം എന്നുള്ളത് കാഞ്ഞാറാണ്. ഇടുക്കി ജില്ലയിൽ കാഞ്ഞാറ് ആണ്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഇസ്ലാമിക മാതാപിതാക്കളായിരിക്കുന്നു എൻ്റെ മാതാപിതാക്കൾ. എൻ്റെ വാപ്പയുടെ പേര് അബ്ദുൾ ഹമീദ്, എൻ്റെ ഉമ്മയുടെ പേര് പാത്തുമ്മ. എൻ്റെ വാപ്പ കൊല്ലത്ത് ആണ് നാട്, എൻ്റെ ഉമ്മ കാഞ്ഞാറുകാരിയാണ്. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മൂത്ത മോളായിട്ടാണ് എനിക്ക് ജനിക്കുവാൻ ദൈവം ഭാഗ്യം തന്നത്. എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ വാപ്പയിൽ നിന്ന് 3 മക്കളുണ്ട്. എന്നാൽ 2 മക്കൾ ശേഷം ഞാനും എൻ്റെ സഹോദരനും ഉണ്ടായ ശേഷം എൻ്റെ വാപ്പ കൊല്ലത്ത് കടന്നുപോയി, അവരുടെ നാട്ടിൽ കടന്നുപോയി. അവിടെ പെണ്ണ് കെട്ടി 2 മക്കളാകുവാൻ ഇടയായി. അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾ കഴിഞ്ഞ് വന്നാണ് എൻ്റെ അനിയത്തി ഞങ്ങൾക്കുള്ളത്. അപ്പൊ എൻ്റെ അനിയത്തി എന്നുള്ളത് ഏതാണ്ട് എൻ്റെ ഒരു 9-10 വയസ്സോളം എളുപ്പമുണ്ട്. കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നാമം മാത്രം മഹത്വം എടുക്കുമാറാകട്ടെ. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ 3 മക്കൾ, ഞാൻ 2 പെണ്ണും ഒരാണും. ഞങ്ങളുടെ നടുക്കുള്ളത് ആങ്ങളെയാണ്. എൻ്റെ പേര് താജുനിസ എന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ആങ്ങളയുടെ പേര് നാസർ, എൻ്റെ അനിയത്തിയുടെ പേര് നബീസത്ത് എന്നാണ്. അവിടെ കൊല്ലത്തുള്ള 2 സഹോദരങ്ങളൂടെ ഉണ്ട്. അവരുടെ പേര്, മൂത്തത് പെണ്ണാണ്, ആരിഫ, രണ്ടാമത് ഷാജഹാൻ എന്നാണ്. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടതയുടെയും വേദനയുടെയും ഒരു അനുഭവമാണ്. അതെനിക്ക് ഇപ്പോഴാണെങ്കിൽ പോലും ഓർക്കുമ്പോൾ പലപ്പോഴും എൻ്റെ കണ്ണ് നിറയാറുണ്ട്. കാരണം എൻ്റെ വാപ്പ ഞങ്ങൾ 2 പേരായപ്പോൾ എൻ്റെ സഹോദരൻ ചെറുതായിരിക്കെ തന്നെ ഇട്ടിട്ട് പോകുവാൻ ഇടയായി. എൻ്റെ ഉമ്മയുടെ വീട് കാഞ്ഞാറ്റിലാണ്. ഇപ്പൊ ആ തറവാട് വിറ്റ് ഉമ്മ, അവർ 5 മക്കളാണ്. 5 മക്കളിൽ മൂത്ത മോളാണ് എൻ്റെ ഉമ്മ. അപ്പോ എൻ്റെ ഉമ്മയുടെ ഇളയത്തുങ്ങളാണ് ബാക്കി 4 പേര്. അപ്പോൾ എൻ്റെ മാമ മൂന്നാമത്തതാണ് എൻ്റെ മാമ.
മാമ ചെറുതിലെ തന്നെ വീട് വിട്ട് ഇറങ്ങി മാറിപ്പോയി, പെണ്ണൊക്കെ കെട്ടി ആള് വേറെ താമസമായി തീരുവാനിടയായി. ഞങ്ങളുടെ ജീവിതം ഒരു കൂട്ടുകുടുംബ ജീവിതമായിരുന്നു. എൻ്റെ ഉമ്മ വിവാഹം ചെയ്തു, 2 മക്കളായി, ഭർത്താവ് ഇട്ടിട്ട് പോയി. എൻ്റെ ഉമ്മയുടെ അനിയത്തി, നേരെ ഇളയ അനിയത്തിയെ ഇതുപോലെ തന്നെ ഒരു വികലാംഗനായ വ്യക്തി വിവാഹം ചെയ്തു. കാരണമുണ്ട്, എൻ്റെ ഉമ്മയുടെ അനിയത്തി തലയിൽ മുടിയില്ലാത്ത ആളായിരുന്നു. മൊത്തം പിരിവോ തലയിലൊന്നും ഒരു മുടി പോലും ഇല്ല. അതുകൊണ്ട് ഒരു വികലാംഗനെ വിവാഹം കഴിച്ചു. എന്നാൽ അത് കഴിഞ്ഞ് എൻ്റെ ഉള്ളതായ ഒരു മാമ ഉസ്താദായിരുന്നു. ആ ആള് ചെറുപ്പത്തിലെ തന്നെ തിരുവനന്തപുരം അറബിക് കോളേജിൽ പഠിക്കാനൊക്കെ ആയിട്ട് ഇവിടുത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞൊരു അനിയത്തി ഉള്ളത്, ഏറ്റവും ഇളയത്, അതിനും ഇതുപോലെ തന്നെ സ്ത്രീധനം ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഒരു ഇങ്ങനെ വന്ന മലബാറുകാരനാണെന്ന് പറയുന്നു ഒരു വ്യക്തിയെ കൊണ്ട് വിവാഹം കഴിച്ചു. അപ്പോ ഈ 3 പെണ്ണുങ്ങളിലും ഈ രണ്ടാമത്തെ എൻ്റെ അമ്മയുടെ അനിയത്തി ആള് ഒരു കുഞ്ഞുണ്ടായി. അത് ഈ ഏതാണ്ട് പക്ഷിയുടെ എന്തോ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയും കാലെല്ലാം കോർത്തിണക്കിയായിരുന്നു. എൻ്റെ വല്യമ്മ വളരെ കഷ്ടപ്പെട്ട് വളരെ പത്യമൊക്കെ നോക്കി, നാൽപ്പാമര എന്ന സോപ്പൊക്കെ, ഏതാ നാൽപ്പാമര സോപ്പല്ല എന്തോ ഇട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ആ കുഞ്ഞിനെ നേടിയെടുത്തത്. അത് കഴിഞ്ഞുണ്ടായ 2 കുഞ്ഞുങ്ങൾ പടപടെ മരിച്ചു പോകുവാനിടയായി. ഇതോടുകൂടി എൻ്റെ ഉമ്മയുടെ അനിയത്തി ഭ്രാന്തിയായി തീർന്നു, മാനസികരോഗിയായി തീരുവാനിടയായി. എൻ്റെ ഇളയ ഉമ്മയുടെ അനിയത്തിക്ക് ഒരു കുഞ്ഞായപ്പോ ആ ഭർത്താവും ഇട്ടെറിഞ്ഞ് പോകുവാനിടയായി. അപ്പോ ഏറെക്കുറെ അറിയാമല്ലോ എന്താണ് ജീവിതത്തിന്റെ ഒരു പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാകുവാൻ കഴിയും. എൻ്റെ ഉമ്മയായിരുന്നു ആ കുടുംബത്തിന്റെ ഏക ആശ്രയം. അങ്ങനെ കുടുംബത്തെ നോക്കി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങള് ആയി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഉമ്മ പണിക്കൊക്കെ പോകും, ഇവരെല്ലാവരും പണിക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഞാനും എൻ്റെ സഹോദരനും ഇങ്ങനെ ഓരോ വീട് വീടാന്തരം ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സമയങ്ങള്, വീട്ടിൽ ആരും ഇല്ലല്ലോ, മാതാപിതാക്കളൊന്നും ഇല്ല. ആ സമയത്ത് എൻ്റെ ആദ്യത്തെ ഒരു അപകടത്തിന്റെ അനുഭവമാണ് ഞാൻ ഇവിടെ പറയുവാനായി തുടങ്ങുന്നത്. എനിക്ക് അന്ന് നല്ല ഓർമ്മയില്ല, ഒരൊറ്റ ഉടുപ്പിട്ടിരുന്ന ഒരു കാലം, 4ഓ 5ഓ വയസ്സുണ്ടായിരിക്കാം. എന്നാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടില് 2 സഹോദരിമാർ എൻ്റെ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. അവരുടെ പേര് പറഞ്ഞാലൊന്നും കുഴപ്പമില്ല, എങ്കിലും അവർക്കതൊരു ഇതാകുമല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ പറയുന്നില്ല. 2 സഹോദരിമാരെ കൂട്ടുകൂടുവാനായി ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഇവർ 2 പേരും കടയ്ക്ക് പോകാൻ തുടങ്ങിയ മിറ്റത്തിറങ്ങി. അപ്പൊ ഇവരുടെ മിറ്റത്ത് ഞാൻ ചെന്നു. അവരുടെ വീട്ടിൽ ആരും ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. അപ്പോ ഇവരുടെ ആങ്ങള, അതായത് ഈ 2 കൂട്ടുകാരികളില് ആ മൂത്ത പെണ്ണ് എൻ്റെ മൂത്തതാണ്. അത് ഇളയതായിരിക്കുന്ന ലൈല എന്ന് പറയുന്ന ആ പെൺകുട്ടി, അത് എൻ്റെ അല്പം ഇളയതുമാണ്. എന്നാൽ ഈ മൂത്തതായ വ്യക്തിയുടെ മൂത്തതൊരാണാണ്. അത് ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്ന അന്ന് ഒരു 10-12 വയസ്സോളം എന്നേക്കാൾ വലിപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഞാൻ ആ മുറ്റത്ത് ചെന്ന് ഇവരുടെ പുറകെ ഇറങ്ങി വരാൻ, എൻ്റെ വീട്ടിലോട്ട് വരാനായി തുടങ്ങുമ്പോൾ ഇവരുടെ റുക്കിയയുടെ പേര് വിളിച്ച് ആങ്ങള വിളിക്കുവാനിടയായി. എന്നിട്ട് പറഞ്ഞു, എന്നെ താജുനിസ പേരാകുമ്പോൾ താജി താജി എന്നാണ് എല്ലാരും വിളിക്കുക അയൽവക്കത്ത്. അപ്പൊ പറഞ്ഞു, എടി താജിയെ ഇങ്ങ് വിളിച്ച് മുറ്റത്ത് ഒരു കോഴി നിൽപ്പുണ്ട് തിണ്ണേല്, അതിനെ ഒന്ന് ഓടിച്ചിട്ട് പോകാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഇവര് 2 കടയിലേക്ക് പോയി. ഞാൻ അങ്ങ് കയറി ചെന്നു. കയറി ചെല്ലുമ്പോൾ തിണ്ണയിൽ നിന്ന് ഈ വ്യക്തി എന്നെ കോരിയെടുത്ത് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോകുവാനിടയായി. ബാക്കി ഭാഗങ്ങൾ ഞാൻ പറയുന്നില്ല. എന്നാൽ ആ വ്യക്തിയെ അല്പം 139 സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടു എന്ന് ദൈവിക വചനം പറയുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തു ചെയ്തു ഈ വ്യക്തി? അവിടെ അല്പം മാറി നിൽക്കുക, വേറൊരു ഒരു ഇതാണ്. അങ്ങനെ നിൽക്കുന്ന സമയം എന്നോട് ആദ്യമായി, എൻ്റെ വിശ്വാസം മുഴുവനും ദൈവ ശബ്ദമാണെന്ന്, കാരണം അപകടത്തിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവിക ശബ്ദമാണല്ലോ. എന്നോട് ആരോ പറയുക, ഏറ്റോട് ഏറ്റോട് എന്ന് പറയുന്നതായി ഒരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയാണ്. ഞാൻ അവിടെ നിന്ന് ഏറ്റോടി. എന്നെ ആ വ്യക്തി പിടിക്കാനൊന്നും ഇടയായില്ല. എന്നാൽ ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല, ഈ കൂട്ടുകാരികളോടും പറഞ്ഞില്ല, എൻ്റെ വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവ്, അല്പം സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന ഒരു സമയങ്ങളില്
എനിക്ക് എൻ്റെ കുഞ്ഞു കാലത്തിലെ മറക്കാത്ത 2 അനുഭവങ്ങളാണ് ഇപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഒന്ന് എന്നുള്ളത്, ഒന്നല്ല ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് എൻ്റെ ഞാന് 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കാഞ്ഞാറിന്റെ ദേശത്ത് അറക്കുളം എന്ന സ്ഥലം തുടങ്ങുന്ന ഒരു എത്ര കിലോമീറ്റർ അത് അങ്ങോട്ടേക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വല്യുമ്മ രാവിലെ പറഞ്ഞു, അന്നൊക്കെ ഞങ്ങൾക്ക് വളരെ കഷ്ടതകളും പട്ടിണിയുടെ ദിനങ്ങളാണ്. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ കാലയളവിൽ ഇത്രയും സാമ്പത്തികം പണിക്ക് കൂലി ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയെ കൊണ്ടൊന്നും ഒരു കുടുംബം പോറ്റാൻ ഇന്നേ സമയം പറ്റാതിരിക്കുന്ന സമയങ്ങളിൽ അന്നത്തെ കാലം എൻ്റെ ഉമ്മ മാത്രമായി പോയ ഒരു കുടുംബം എപ്രകാരം കഴിയും? ആ ഘട്ടങ്ങളില് പല ദിവസങ്ങൾ ഈ 4ാം ക്ലാസ് വരെയും ഞാൻ പോയിട്ടുള്ളത് ഒരു ദിവസം പോലും ഞാൻ ഭക്ഷണം കൊണ്ടതായി എൻ്റെ ഓർമ്മയിലില്ല. സ്കൂളിലേക്ക് കഴിച്ചുകൊണ്ട് പോയതും ഓർക്കുന്നില്ല. എന്നാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ദിവസം ഞാൻ രാവിലെ സ്കൂളിലോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ വല്യുമ്മ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യുക, ഇന്ന് വല്യുമ്മ കൊയ്യാൻ പോയി നെല്ല് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നെല്ല് പുഴുങ്ങി കുത്തി മില്ലിൽ കൊണ്ടുപോയി തേങ്ങാച്ചോറ് വെച്ച് വെക്കാം. മക്കൾ ഇവിടെ പോരെ സ്കൂളില്. അന്നൊരു വെള്ളിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അന്ന് വരാൻ പറഞ്ഞു. അപ്പോ ഏതാണ്ട് കുറേ ദൂരങ്ങളുണ്ട് അറക്കുളം തുടങ്ങുന്ന ഭാഗത്ത് എൻ്റെ സ്കൂള്. അപ്പോ അങ്ങനെ കടന്നു വന്നപ്പോ റോഡ് ചുറ്റി ഭവനത്തിൽ വന്നാൽ സമയം പോകുമായിട്ട് ഒരു ഷോർട്ട് വഴിയുണ്ട്. ഒരു കൊച്ചു തൊണ്ട്, അത് ഉണ്ടക്കല്ല് ഇങ്ങനെ കിടക്കുന്ന സമയമാണ്. അപ്പോ ഈ ഭക്ഷണം കഴിക്കാമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ആ തൊണ്ടിലൂടെ കയറി ഭവനത്തിൽ ചെല്ലുവാനിടയായി. ദേവദാസനെ, ഭവനത്തിൽ ചെന്നപ്പോ ആരും ഭവനത്തിൽ ഇല്ല. ഞാൻ നോക്കുമ്പോൾ പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം കോരി കുടിച്ചിട്ട് ഇന്ന് വീട്ടിൽ ആരും ഉണ്ടോ എനിക്ക് ഓർക്കുന്നില്ല. ആരും ഇല്ലാത്തൊരു ഇതാണ് എനിക്ക് അനുഭവപ്പെടുന്നത്, എൻ്റെ ഓർമ്മയിൽ വരുന്നത്. വെള്ളം കോരി കുടിച്ചിട്ട് അവിടെ നിന്ന് കാറുവാനിടയായി തിരിച്ച് ആ തൊണ്ട് വഴി ഓടിയ ഒരനുഭവം എൻ്റെ ജീവിതത്തിനുണ്ട്. ഹല്ലേലൂയ. അപ്പോ 4ാം ക്ലാസ് പൂർത്തിയായി 5ാം ക്ലാസ്സിലേക്ക് ഞാൻ ആകുവാനിടയായി. അപ്പോ ഈ സ്കൂൾ ഇച്ചിരൂടെ അകലമാണ്. 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഒത്തിരി കുഞ്ഞുങ്ങള് ചോറ് കൊണ്ടുവന്ന് കഴിക്കും. എൻ്റെ അയൽവക്കത്ത് നിന്ന് എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. സൽമ, ആമിന എന്നൊക്കെ പറയുന്ന എൻ്റെ കൂട്ടുകാരികളുണ്ട്. അവരുമായിട്ട് കടന്നു പോകുമ്പോൾ അവരൊക്കെയും ചോറ് കൊണ്ടുവന്ന് കഴിക്കും. അപ്പൊ ഞങ്ങൾ 5ാം ക്ലാസ് എന്ന് പറയുന്നത് അറക്കുളത്ത് അവിടെ ഇച്ചിരി ഉള്ളിലേക്ക് അല്പം കയറിയാണ്. അപ്പോ സ്കൂൾ ഇച്ചിരി പൊങ്ങിയിട്ടും ഗ്രൗണ്ട് താഴെയാണ്. അപ്പൊ ഈ ഗ്രൗണ്ടില് എല്ലാവരും ചോറുണ്ണാൻ പോകും. അപ്പൊ എനിക്ക് ചോറില്ലാത്തത് കൊണ്ട് ഞാൻ അന്നും അതെ ഇന്നും അതെ ദൈവകൃപയാൽ എൻ്റെ കഷ്ടതകൾ ആരെയും അറിയിക്കാത്ത ഒരനുഭവം എൻ്റെ ജീവിതത്തിന്മേലുണ്ട്. ഞാൻ അഭിമാനിയാണ്. അപ്പോ എനിക്ക് ആരെയും എൻ്റെ കഷ്ടത അറിയിക്കുന്ന ഇഷ്ടമില്ല. അപ്പൊ എൻ്റെ കൂട്ടുകാരികളോട് എനിക്കിന്ന് ചോറില്ല തരാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തരും. അവരുടെ കൂടെ പോയാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും അവർക്ക് ചോറ് കൊണ്ടുപോകാനുണ്ട്. വേണേ കഴിക്കാൻ കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ സ്കൂൾ വിടുമ്പോഴേ ബാത്റൂമിൽ പോയിട്ട് ഓടി വന്ന് സ്കൂളിന്റെ മുറ്റത്ത് പൂക്കളില്ലാത്ത ഇലകൾ മാത്രമുള്ള പൂച്ചെടികൾ ഉണ്ടായിരുന്നു. ആ പൂച്ചെടികളുടെ ഇടയിൽ കയറി ഞാൻ ഒളിച്ചിരിക്കും, ആരും കാണാതെ. കാരണം ഞാൻ ചോറുണ്ടില്ലെന്ന് ആരും അറിയരുത്. അങ്ങനെ ഞാൻ ആ പൂച്ചെടിയുടെ ഇടയ്ക്കെല്ലാം കയറി ഒളിച്ചിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടില് കുട്ടികൾ നിന്ന് ചോറൊക്കെ എടുത്ത് കാക്കയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അവിടെ ഇരുന്ന് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കളയുന്ന ചോറ് എനിക്ക് അല്പം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്ത എൻ്റെ കാലം ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ചില ദിവസങ്ങളിൽ എൻ്റെ മാമ അറബി കോളേജിൽ നിന്ന് അവധിക്കൊക്കെ വരുമ്പോ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു മാമയ്ക്ക്. അതില് ഭക്ഷണം കൊടുത്ത് ചിലപ്പോൾ വിടും. അത് പച്ചിരിയാണ്, അന്നത്തെ ചോറ് പച്ചിരി ചോറ്. സൈക്കിളിൽ തൂക്കിയിട്ട് കൊണ്ടുവരും. കഞ്ഞിയായിട്ടാണ്. അതിനകത്ത് ചിലപ്പോൾ മുളക് പൊടി ഉണ്ടെങ്കിൽ കലക്കി, ഇല്ലേ 2 കാന്താരി ഉണ്ട് പൊട്ടിച്ചിട്ടേക്കും. അത് വേറെ വെക്കാനില്ല, കഞ്ഞിക്കകത്ത് കലങ്ങിയാണല്ലോ കിടക്കുക. തീ ചൂടായിരിക്കും നമുക്ക്. ഞാൻ കയറി സ്കൂളിൽ ബെല്ലടിച്ച് കയറി ഇരിക്കുമ്പോ മാമ വന്ന് വെളിയിൽ നിന്ന് വിളിക്കും. ഇങ്ങനെ പയ്യെ പയ്യെ തല അകത്തോട്ടിട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക, ഇറങ്ങി വാ ഇറങ്ങി വാ. ഞാൻ ഇങ്ങനെ പറയും വേണ്ട, പൊക്കോ പൊക്കോ എന്നിങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും. അപ്പോ ചില സമയങ്ങളിൽ മാമ അതുകൊണ്ട് പിന്നെയും അങ്ങ് പോകാറുണ്ട്. അല്ല, പിന്നീടുള്ള ചിലപ്പോ 1, 2 ദിവസത്തിൽ ഓർമ്മകളിലുള്ളത് ഈ ഉമ്മ ചോറും കൊണ്ട് വന്ന് ഉമ്മ കൊണ്ടുവരുവാണെങ്കിൽ വേണ്ട പൊക്കോന്ന് ആംഗ്യം കാട്ടിയാൽ ഉമ്മ പോകത്തില്ല. ടീച്ചറിനോട് ഇങ്ങനെ തലയിട്ട് പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ വരുന്നില്ലെന്ന് അറിയുമ്പോൾ ടീച്ചറെ തല പയ്യെ കാണിക്കും. ടീച്ചർ പറയും എന്താണ്, ആരുടെ ഉമ്മയാ? താജ് നിസായുടെ.
ഇന്ന് താജിൻസ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിക്കും. ഞാനൊന്നും മിണ്ടാതെ നിൽക്കും. പോയി കഴിച്ചിട്ട് വരൂ എന്ന് പറയും. അന്ന് ചെന്ന് കഴിക്കുന്ന ആ അനുഭവമൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. ചൂട് കഞ്ഞി, കിച്ചിടി ആയിട്ടുള്ള കഞ്ഞി കാന്താരിയായിട്ട് കഴിച്ച ദിനങ്ങൾ എന്റെ ദിവസത്തിലുണ്ട്. പിന്നെ ഒന്നും കൂടെ എന്റെ ഓർമ്മയിൽ വരുന്നു. ഈ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗോതമ്പിന്റെ ഉപ്പുമാവുണ്ട്. അപ്പോ അന്നത്തെ എന്റെ ചെറിയ ഓർമ്മയില് ഉച്ച വരെ ക്ലാസ്, ഉച്ച കഴിഞ്ഞ് ക്ലാസ് എന്ന് എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട്. അപ്പോ ഒരു ദിവസത്തില് ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിലേക്ക് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഈ ഗോതമ്പ് കഴിക്കണമെങ്കിൽ പാത്രമില്ല കൊണ്ടുപോകാൻ. സ്കൂളിൽ ചെന്ന് നമുക്ക് മേടിച്ച് കഴിക്കാൻ. അപ്പൊ നമ്മൾ താമസിച്ച് ചെല്ലുമ്പോൾ പാത്രങ്ങളുള്ളതെല്ലാം പിള്ളേരെടുക്കും. അപ്പൊ ഈ ആൺകുട്ടികള് പരത്തി എന്നൊരു മരമുണ്ട്. ആ പരത്തിയിൽ കയറി ഇരുന്ന് ഇവര് ഇല പറിക്കും. അപ്പോ ഞാനിങ്ങനെ താഴെ നിന്ന് ചോദിക്കും, എടാ ഒരെണ്ണം താടാ, ഒരെണ്ണം താടാ. അപ്പൊ അവര് തരത്തില്ല. കാരണം ഞാൻ ആ ഇലയും കൊണ്ട് ഓടും. അപ്പൊ അവർക്ക് കിട്ടുമോന്ന് അറിയില്ലല്ലോ. അവര് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇന്നാടി എന്ന് പറഞ്ഞ നിലത്തിട്ടിട്ട് പരുത്തിയില ഇട്ടിട്ട് ഓടി. ഞാൻ ആ ഇലയും എടുത്തുകൊണ്ട് ഓടുന്ന അനുഭവം. ഓടുന്നതേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഞാൻ അവിടെ ചെന്ന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഭക്ഷണം കിട്ടിയോ എന്ന് എന്റെ ഓർമ്മ എനിക്ക് വരുന്നില്ല. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് എന്റെ ഒരു 13, 14 വയസ്സോ അതിന്റെ താഴെയാണോ എന്ന് ഞാൻ നന്നായി ഓർക്കുന്നില്ല. എന്റെ ഉമ്മ തളർന്നു പോകുവാനിടയായി. ഒരു വശം തളർന്നുപോയി. തളർന്നു പോയപ്പോ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുവാനിടയായി. ഞങ്ങൾക്ക് പിന്നെ ആകമാനം ഭക്ഷണമില്ലാത്തൊരു സമയം. ഞാൻ ഇപ്പോഴും ഇന്നലത്തെ പോലെ എനിക്ക് നല്ല മറവിയുണ്ട് എങ്കിലും വേദനാജനകമായ അനുഭവങ്ങൾ നമ്മൾ കടന്നു വന്നത് മറക്കത്തില്ല. ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറെ താഴെ ചെല്ലുമ്പോ ഈ തടി വെട്ടി ചെത്തിയിട്ടിരിക്കുന്നത്, ചെത്താനുള്ള തടിയിട്ട് ആ തടിയില് അല്പം പയ്യെ ഒന്ന് നടക്കാറായപ്പോ ഉമ്മ വടിയും കുത്തിപ്പോയി ഇരുന്നിട്ട് വഴിയെ പോകുന്നവരോട് ഭിക്ഷ യാചിക്കുന്ന അനുഭവം എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ, തന്നിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ, അത് എന്റെ ഓർമ്മയിൽ വരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങൾ ഞങ്ങളുടെ വീടിനടുത്ത് എന്ന് പറഞ്ഞാൽ അല്പം സിറ്റിയിൽ നിന്ന് കയറി വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതായ അതിന്റെ താഴെ ഭാഗമാണ് ഞങ്ങളുടെ വീട്. സിറ്റിയിൽ നിന്ന് കുറച്ച് മുകളിലോട്ടാണ്. അവിടെ ഈ ഒരു അട്ടി ഉണ്ടായിരുന്നു, പാക്കട്ടി. അവിടെ പാക്ക് വെട്ടാൻ ഞാൻ പോകും. ഒരു 13 ഏതാണ്ട് 15 വയസ്സൊക്കെ ആണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാക്കട്ടിയിൽ പോയി പാക്ക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പാക്ക് വെട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ 2ാമത്തെ അപകടം എനിക്ക് അവിടെ വെച്ച് നേരിടുവാനിടയായിത്തീർന്നു. അപ്പൊ എന്റെ ഉമ്മയുടെ അനിയത്തി, ഏറ്റവും ഇളയ അനിയത്തി, ഞാനും കൂടെയാണ് അവിടെ പാക്ക് വെട്ടാൻ പോകുക. ഒരു ദിവസം ഉമ്മയുടെ അനിയത്തിക്ക് പനിയോ എന്തോ അസുഖം ഉണ്ടായി. അപ്പൊ കടന്നു വന്നില്ല. അപ്പൊ വല്യുമ്മ പറഞ്ഞു, മോനെ മക്കള് പോകണ്ട, രാത്രിയിലാണ് പാക്ക് വെട്ടാൻ പോകുന്നത്. അപ്പൊ എന്റെ വല്യുമ്മ പറഞ്ഞു, പോകണ്ട മോനെ, പോകണ്ട, കാരണം നീ തന്നെ രാത്രി വരണം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇല്ലുമ്മ, പോയിട്ട് കുറച്ച് വെട്ടി അത്രയാവത്തില്ലേ, ഞാൻ അങ്ങനെ വരാം എന്ന് പറഞ്ഞ് ഞാൻ പോയി. അന്ന് പാക്ക്, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാക്ക് വെട്ടിക്കഴിഞ്ഞ് അതിനകത്ത് കോറാന്നാണോ എന്തോ പറയുന്ന ഒരു കട്ടിയുള്ള പാക്കുണ്ട്, ഈ മുറുക്കാൻ എടുക്കുന്ന പോലത്തെ പാക്കല്ല, അത്രയും വരില്ല, അതിന്റെ 2 വശത്തുമായിട്ടുള്ള 2 ഇടയ്ക്കുള്ള മധ്യമുള്ള ഒരു പാക്ക്. അപ്പൊ അന്ന് അതും കൂടെ വെട്ടിയിട്ടേ പോകാവൂ എന്ന് അവിടെ പറഞ്ഞു. അപ്പൊ അവിടെയുള്ള വ്യക്തി എന്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ്, അവിടുത്തെ വെട്ടിപ്പിക്കുന്ന മകൻ. അപ്പൊ അതും അതിന്റെ അനിയനും കൂടെയാണ് സാധാരണ അവിടെ അട്ടിയിൽ ഉണ്ടാകുക. എന്നാൽ അപ്പനും അമ്മയും അവരൊക്കെ സന്ധ്യ വരെ നിന്ന് അവരങ്ങ് പോകും. അന്ന് എന്റെ ഓർമ്മയില് ഈ വ്യക്തി മാത്രമായിരുന്നു. അപ്പോ ഈ വ്യക്തി ഇതിങ്ങനെ വെട്ടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ 2ാമതെന്റെ ഉള്ളിൽ ശബ്ദം വരിക, ചതിയിൽപ്പെടും, ചതിയിൽപ്പെടും, ചതി ഉണ്ടാകും, അപകടം ഇങ്ങനെ എന്റെ മനസ്സിൽ ആരോ ആലോചന തന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് അപകടം വരുന്നതെന്ന് ഞാൻ നോക്കുക. അങ്ങനെ കുറേ രാത്രിയായി, സമയം കറക്റ്റായി ഓർക്കുന്നില്ല. അങ്ങനെ ആയപ്പോ ഈ വ്യക്തി സാധാ എന്റെ ഉമ്മയുടെ അനിയത്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ വീട്ടിലോട്ട് പോകുക പതിവ്. എന്റെ ഉമ്മയുടെ അനിയത്തി ഇല്ലാത്തത് കൊണ്ട് പലവട്ടം ഞാൻ വീട്ടിലോട്ട് പോകാൻ തുടങ്ങിയപ്പോ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് വെട്ടിയില്ലെങ്കിൽ ഇനിയുള്ള പാക്ക് വെട്ടിന് കൂട്ടത്തില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ബുദ്ധിമുട്ടിന്റെ ആ അനുഭവങ്ങളില്, കഷ്ടതകാലത്തിന്റെ ആ കഷ്ടതയുടെ അനുഭവത്തില് നമുക്ക് അതൊക്കെ വലിയൊരു നല്ല ഒരു കാര്യമാണ് ആ പൈസ കിട്ടുന്നത്. അത് ഓർത്ത്
ഞാൻ വെട്ടാതെ ഇനി ഇരുത്തിയാലോ എന്ന് ഓർത്താണ് ഞാൻ ഇത് വെട്ടാണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത് ഇങ്ങനെ. ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തി അവിടെ നിന്നൊക്കെ കെട്ടിക്കാത്ത കുറെ പെൺപിള്ളേരൊക്കെ വരും. ഞങ്ങൾ കുറെ ചെറുപ്പക്കാരെ ചേട്ടത്തി അനിയത്തിമാരായിട്ടും കുഞ്ഞു അങ്ങനെയൊക്കെ വരും. എല്ലാവർക്കും ഒരു സഹായമായിരുന്നു അവിടുത്തെ ആ പാക്കട്ടിയിലെ പാക്കുവെട്ടും പൈസയും. ഞാൻ നോക്കുമ്പോ ഇവരെ എല്ലാം ഈ വ്യക്തി അട്ടിയിൽ എന്നെ നിർത്തിയിട്ട് വിടുകയാണ്. പാതിരാത്രിക്ക് അവരുടെ വീടുകളിൽ കൂടെ വിടുക. എനിക്കങ്ങ് തന്നെ പോകാൻ ഭയം. കാരണം റോഡ് കഴിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് പോകുമ്പം ഒരു ശകലം കാണാം. എന്റെ റോട്ടിൽ നിൽക്കുമ്പോൾ എന്റെ വീട് കാണാം. അതിന്റെ മുകൾ ഭാഗം കാണാം. എങ്കിലും ഞാൻ പോകുന്ന ഒരു തൊണ്ട് പോലെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പ്ലാവിന്റെ കുറ്റി വെട്ടിയിട്ട് നിപ്പുണ്ട്. അവിടെ ഇച്ചിരി കടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് അതൊക്കെ ഒരു ഭയമാണ്. ചെറുതല്ലേ, അങ്ങ് കടന്ന് രാത്രി പോകാൻ. അപ്പൊ എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥന കുഞ്ഞിലേ ഉണ്ടായിരുന്നു. അതിന്റെ സമയത്ത് ഒരു കാര്യം പറയട്ടെ. എന്റെ വല്യുമ്മ എന്റെ ചെറുപ്രായത്തിൽ തൊട്ട് എന്നോട് പറയും, മോനെ, നരകമുണ്ട്, സ്വർഗമുണ്ട്. സ്വർഗത്തിൽ പോകണമെങ്കിൽ മുടി 7 കീറും, പാലം കെട്ടും, നല്ല ദൈവപ്രവൃത്തി, നമ്മുടെ മുസ്ലിമിലുള്ള എല്ലാ ദൈവപ്രവൃത്തി ചെയ്തെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളും എല്ലാം പ്രമാണിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗത്തിൽ എത്തുള്ളൂ. ഇല്ലെങ്കിൽ നരകത്തിൽ പോകും. പിന്നെ സൂര്യൻ ഇപ്പോൾ ഉദിക്കുന്ന സൂര്യന്റെ ചൂട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരു ചാണകലെ സൂര്യൻ ഉദിപ്പിക്കും, ചെമ്പ് തകിടെ കയറ്റി നിർത്തും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കത്തുവാനിടയാകും സൂര്യന്റെ ചൂട് കൊണ്ട്. ഇങ്ങനെ കുറേ, പിന്നെ അട്ടയുണ്ട്, പാമ്പുണ്ട്, തേളുണ്ട് നരകത്തിൽ മക്കളെ എന്നെ ഇങ്ങനെ കുഞ്ഞിലെ പറഞ്ഞു തരുന്നത് കൊണ്ട് പ്രിയ ദേവദാസനെ, കുഞ്ഞു കാലം തൊട്ടേ ഞാൻ സ്വർഗം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കുഞ്ഞു കാലം തൊട്ടേ ഞാൻ സ്വർഗത്തിൽ പോണം, അട്ടയും പാമ്പും തേളുമുള്ള സ്ഥലത്ത് എനിക്ക് പോവേണ്ട, എനിക്ക് അവിടെ ചെല്ലേണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നുള്ള അനുഭവത്തിൽ ഞാൻ കുഞ്ഞു കാലം തൊട്ടേ നോമ്പ് പിടിക്കുമായിരുന്നു. എന്തിനാ? കാരണം സ്വർഗത്തിൽ പോകുവാനാണ്. അപ്പൊ ഞാന് ഈ ഈ ഇവിടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നും രാത്രികാലം ഞാൻ കിടക്കാൻ നേരത്ത് 1 സെക്കൻഡ് പ്രാർത്ഥിക്കും. എനിക്കറിയാം നമ്മളെ കാണുന്ന ഒരു കണ്ണുണ്ട്. മനുഷ്യ പാപം ചെയ്താൽ അത് അറിയുന്നതായ ഒരു ദൈവമുണ്ട്. നമ്മളെപ്പോഴും ആ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ആ ദൈവത്തിന്റെ കണ്ണിനൊന്നും മറഞ്ഞല്ല ഇരിക്കുന്നത്, എല്ലാം കാണാൻ പറ്റുമെന്നുള്ള ഒരു കുഞ്ഞിലെ ഒരു ദൈവഭയം എന്റെ ഉള്ളത്തിൽ. ഈ വല്യമ്മ ഇത് പറഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ദൈവഭയം എനിക്ക് ഉണ്ടാകുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇരുന്ന് ഈ പാക്കട്ടിയില് എന്നെ ഈ വ്യക്തി വന്നു കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അപ്പൊ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പുറകെ ഈ വ്യക്തിയുടെ പുറകെ നിൽക്കണമോ മുൻപേ നിൽക്കണമോ? അപ്പൊ പുറകിൽ നിന്നാൽ ഈ വ്യക്തി ആ പ്ലാവിൻ കുറ്റിയുടെ അവിടെ ചെല്ലുമ്പോൾ തിരിഞ്ഞാൽ എനിക്ക് എങ്ങോട്ടും വീട്ടിലോട്ട് ഓടാൻ പറ്റത്തില്ല. കയ്യാലയുണ്ട്, 2 വശവും കയ്യാലയ തൊണ്ടാണ്. പക്ഷേ മുൻപിൽ നിന്ന് എന്ത് ചെയ്യാം? വ്യക്തി പുറകിൽ നിന്ന് എന്നെ പിടിച്ചാൽ മുമ്പോട്ട് ഓടാം, വെല്ലുമാനെ വിളിക്കാം, കാറിക്കൊണ്ട് ഓടാം എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, മനസ്സിലൊരു ചിന്ത. അങ്ങനെ കടന്നു ചെന്ന് ആ പ്ലാവിൻ കുറ്റി വരെ അന്ന് തൊണ്ടല്ല, ഇന്നതൊക്കെ വഴിയായി. അവിടെ വരെ നല്ല വിശാലമായ ഒരു ചെറിയ വഴിയാ, തൊണ്ടല്ല. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് തൊണ്ട്. ഞാൻ അവിടെ ചെല്ലുകയും ഈ വ്യക്തി എന്നെ കയറി പുറകിൽ നിന്റെ ഉടുപ്പിൽ കയറി പിടിക്കുവാനിടയായി. അപ്പൊ ഞാൻ ഒരു ഷോൾ ഇങ്ങനെ ഇട്ടാണ് നടക്കുക കഴുത്തേല്. എന്താണേലും ഞാൻ അവിടെ വെച്ച് കാറി, അള്ളാളമോ എന്ന് വിളിച്ച് കാറി. അള്ളാളമോ എന്ന് പറഞ്ഞാൽ എന്റെ വെല്ലുമ്മേനെ വിളിക്കുന്ന ഒരു പേരാണ്. അപ്പോ എന്റെ ഈ ആങ്ങളുടെ ഇടയ്ക്ക് ഒരു മോൻ മരിച്ചുപോയി, എന്റെ ആങ്ങള. അപ്പൊ എനിക്ക് കുഞ്ഞിലെ പാല് തന്നുകൊണ്ടിരുന്നത്, എന്റെ ഉമ്മയുടെ പാല് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് പാല് തന്നുകൊണ്ടിരുന്നത് എന്റെ വെല്ലുമ്മയാണ്. അപ്പൊ പാലിന് ഞാൻ അള്ള എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അള്ള തരുന്ന അമ്മ എന്നുള്ള പേരിൽ അള്ളാളമ്മ എന്നാണ് ഞാൻ എന്റെ വെല്ലുമ്മയെ വിളിക്കാറ്. എന്നാൽ അവിടെ ചെന്നപ്പോ ഞാൻ കാറി വിളിച്ചപ്പോ എന്റെ ഉമ്മ മക്കളേ മക്കളേ എന്ന് പറഞ്ഞ് പാഞ്ഞേറ്റു വന്നു. ഈ വ്യക്തി പുറകോട്ട് ഓടി. അങ്ങനെ ആ അപകടത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഞാൻ ഏതാണ്ട് ഒരു 16 വയസ്സുള്ളപ്പം ഒരു വർഷം ഞാൻ അങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പഠനം മുടങ്ങിപ്പോകുവാനിടയായി. കാരണം ഇതിനിടയിൽ വാപ്പ വന്നു. അത് എത്ര വയസ്സുള്ളപ്പോഴാണെന്ന് എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. വാപ്പ വന്ന് 5ാം ക്ലാസ്സിൽ ആയപ്പം ഇട്ടേച്ച് പിന്നെയും പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അനിയത്തി ഉണ്ടായി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു പകുതി മുക്കാൽ ഭാഗം ആയി കാണും ആ വർഷത്തിന്റെ. അപ്പോൾ എന്റെ വാപ്പ എന്ത് ചെയ്തു? ഞങ്ങളെ ഇട്ടിട്ട് രണ്ടാമതും പോയപ്പോ പിന്നെ ഉമ്മ ചെറിയ പണിക്കൊക്കെ പോകുന്നത് കൊണ്ട് പിന്നെ തളർന്ന അനുഭവത്തിൽ നിന്നൊക്കെ ആള് വിടുവിക്കപ്പെട്ടുവെങ്കിൽ ഒരു ചരിവുണ്ട്, ഒരു മുട്ടുകാലിന് ഒരു ചട്ടൊക്കെ ഉണ്ട് ഉമ്മയ്ക്ക്. എങ്കിലും
പണിക്കൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഞാൻ അനിയത്തെ നോക്കിയിരിക്കേണ്ടതായ അവസ്ഥ എൻ്റെ മേൽ വന്നതുകൊണ്ട് എനിക്ക് പഠനം എൻ്റെ 5ാം ക്ലാസ് പൂർത്തിയാകുന്നതിന് മുമ്പ് എൻ്റെ പഠനം നിർത്തുവാനിടയായി. അപ്പോൾ അവിടുന്ന് അറബി പഠിപ്പിക്കുന്ന സാറൊക്കെ എന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അറബി പഠിപ്പിക്കുന്ന സാർ ഇങ്ങനെ ഒരു എഴുത്തൊക്കെ കൊടുത്തുവിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങളൊന്നും തരണ്ട, ഞങ്ങൾ ആ മോളെ പഠിപ്പിച്ചോളാം, നിങ്ങളൊന്നും വിട്ടാ മതി. പക്ഷെ വിടാൻ പറ്റത്തില്ല. എന്നാൽ ദൈവദാസനെ, ഞാനൊരു പാഠപുസ്തകമോ ഒരു ബുക്കോ എനിക്കൊരു പെൻസിലോ പേനയോ എനിക്കുള്ളതായി എനിക്കൊന്നും ഓർക്കുന്നില്ല. സ്ലൈറ്റ് അന്നുണ്ട്, അത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് എത്ര ക്ലാസ് വരെയാണ് സ്ലൈറ്റ് ഉള്ളതെന്നും ഞാൻ ഓർക്കുന്നില്ല. കാരണം എൻ്റെ വാപ്പ ഉള്ളപ്പോ തന്നെ എൻ്റെ വാപ്പ ചീട്ടുകളിക്കാരനായിരുന്നു. ചീട്ടുകളി ഈ ചുമടെടുക്കലാണ്, പട്ടണത്തിലെ ടൗണിലെ ചുമടെടുക്കുകയാണ് എൻ്റെ വാപ്പയുടെ പണി. അപ്പോ ഇഷ്ടം പോലെ കാശുണ്ടാക്കും കാഞ്ഞാറ്റിലായിരിക്കുന്ന സമയത്ത്. പക്ഷേ ആള് വീട്ടിലെ അത്യാവശ്യം ഭക്ഷണത്തിനുള്ള മാത്രം തന്നിട്ട് എന്ത് ചെയ്യും, ബാക്കി മുഴുവൻ രാപകല് ചീട്ട് കളിച്ച് കളയും. അപ്പൊ ഞാന് കാഞ്ഞാറ് പാലത്തിന്റെ അക്കരെയാണ് എൻ്റെ അമ്മ വീട്. അവിടെ നിന്ന് ഞാൻ എൻ്റെ സ്കൂളിന് നേരെ അറക്കുളം ഭാഗത്തേക്ക് പോകേണ്ടതിന് പുറകിലോട്ട് തിരിഞ്ഞ് ടൗണിലോട്ട് ചെല്ലും. വാപ്പയോട് ചെന്ന്, പാപ്പ എനിക്ക് ഇന്ന് ബുക്ക് വേണം. അപ്പൊ വാപ്പ പറയും, നാളെ ആട്ടെ മോളെ, നാളെ നാളെ നീളെ അങ്ങ് പോയതല്ലാതെ എനിക്ക് അന്നും ഒരു ബുക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളുടെ പുസ്തകങ്ങളെയൊക്കെ ഒന്ന് ഒളിഞ്ഞൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവര് മറച്ചു പിടിക്കുന്നൊക്കെ അനുഭവം എന്നെ വേദനാജനകമാക്കി തീർത്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കൃപ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പഠനം അവിടെ വെച്ച് മുടങ്ങി. ഉമ്മ പണിക്കൊക്കെ പോയി തുടങ്ങി. പിന്നീടും ഉമ്മയ്ക്ക് പണിയാൻ പോകാൻ പറ്റാഞ്ഞിട്ടാണോ അതോ എന്നെ പണിക്ക് വിട്ടതാണോ എനിക്കൊന്നും ഓർക്കുന്നില്ല. എൻ്റെ ഒരു 15 വയസ്സ് ആയില്ലെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്നെ 16 വയസ്സ് ആണ് ഞാൻ, 15ഓ 16ലോ ആണ് ഞാൻ ഒരു വർഷം തയ്യൽ പഠിക്കുവാനിടയായി. മൂലമറ്റത്ത് അവിടെ ഒരു തയ്യൽ പഠിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേര് ഞാൻ സ്ഥാപനത്തിന്റെ മറന്നുപോയി. വിദേശികളായിരിക്കുന്നവര് അന്ന് മിസ്സുമാരൊക്കെ നടത്തുന്നവരാണ്. അശോക കവലയുടെ തൊട്ടപ്പുറയാണ് ജ്യോതി ഭവനില് ഒരു വർഷം പോയി ഞാൻ പഠിച്ചു. എന്നാൽ പലപ്പോഴും ഫീസ് കൊടുക്കാനൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അമ്മയുടെ ചെറുപ്പമുള്ള കാലമായിട്ടായിരിക്കാം, വരുമ്പോ അമ്മ എന്നും എന്നെ പറയും, ആര് തരുമെന്ന് ഓർത്താ പോകുന്നത്, നീ പഠിക്കുന്നത് വിട്ടുവെങ്കിലും ഇങ്ങനെ പറയാറുണ്ട്. നീ വേഗം അറക്കുളത്ത് പണി നടക്കുന്നുണ്ട്, കൂലിപ്പണി, റോഡ് പണി, വേഗം പണിയാൻ പോകും. അന്നത്തെ ദിവസം ഒക്കെ ഉമ്മ ഇങ്ങനെ തയ്യൽ പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ വളരെ വഴക്ക് പറയാറുണ്ട്. ആരെ വയസ്സായിരുന്നു ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്, നീ എന്ത് ചെയ്യണം, പണിക്ക് പോകണം, 18 രൂപയുണ്ട് പണിക്കൂലി എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അന്ന് അതെ, ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, ഉമ്മ പണിക്ക് പോകുന്നുണ്ട് എങ്കിലും എന്നെ പണിക്ക് വിടുമായിരുന്നു. അങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളില് പണിക്ക് പോയി പണിയെല്ലാം നടത്തി വന്നാലും എൻ്റെതായ കാര്യങ്ങൾക്കൊന്നും അത് വേണ്ടും പോലെ ചെലവാക്കാനോ ഒന്നും പറ്റാത്തൊരു അനുഭവങ്ങളായിരുന്നു എനിക്ക്. അങ്ങനെ അവിടെ ആ പണി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഇവിടെ ടാങ്കിന്റെ പണി അവിടെ കാഞ്ഞാലിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ ഏതാണ്ടൊരു 18 വയസ്സിലേക്ക് ആയിപ്പോ അതിനു മുൻപ് തന്നെ എൻ്റെ ഉമ്മയുടെ അനിയത്തി ബഹളമായി തുടങ്ങി. കാരണം എന്നോട് കിടക്കാൻ നേരത്തൊക്കെയും ബഹളം. കാരണം ഇങ്ങനെ പറയും, നിന്റെ അപ്പം കണ്ടതൊന്നും അല്ല ഇത്, ഈ വീട് ഞങ്ങളുടേതാ, നിങ്ങള് അപ്പം ഇറങ്ങിപ്പൊക്കോ എന്നുള്ളതായ ഒരനുഭവത്തില് പറയാറുണ്ട്. ആ സമയങ്ങളില് ഞങ്ങളുടെ എൻ്റെ വാപ്പയുടെ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലൊരിക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു, മോളുടെ വിവാഹമാണോ എന്ന് ചോദിച്ചു. അപ്പോ ഉമ്മ പറഞ്ഞു ഇല്ലല്ലോ. അന്നേരം അനിയൻ, അതായത് എൻ്റെ വാപ്പ പറഞ്ഞു എന്ന് പറഞ്ഞു, അവനുടെ വിവാഹമാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അല്പം പൈസ കിട്ടാനുള്ളത് ചോദിച്ച് വന്നു. അപ്പൊ മൂത്ത ചേട്ടൻ എന്നെ വണ്ടിക്കൂലി തന്ന് വിട്ടതാണ്, ഇത് സത്യമാണോ എന്നറിയാൻ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക്, എൻ്റെ വാപ്പയുടെ വീട്ടില് 3 പെണ്ണും അവര് 4 ആണുങ്ങളുമാണ്. എൻ്റെ വാപ്പ ഈ തിരക്കി വന്ന മൂത്താപ്പയും കൂടെ ഇരട്ട പറഞ്ഞവരാണ്. അപ്പോ ആ വാപ്പ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളോട് വരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ ആ സമയങ്ങളില്, ഞാൻ കാഞ്ഞാറ് ടാങ്കിന് പണിതുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വെള്ളിയാമറ്റത്തേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുവാനായിട്ടുള്ള ടാങ്ക്, ഇപ്പോഴും നമുക്കറിയാം, മൂലമറ്റ റൂട്ടിലേക്ക് പോകുമ്പോൾ കാഞ്ഞാറ് ചെല്ലുമ്പോൾ പാലത്തിനൊക്കെ ഒരു ടാങ്ക് പണിതേക്കുന്നത്, അതിന്റെ താഴ്ഭാഗത്തേക്കും ഇഷ്ടംപോലെ ടാങ്ക് പണിതായിട്ടുണ്ട്. അപ്പം ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ കൊല്ലത്തിന് കൊണ്ടുപോകുന്നത്. പാപ്പ കൊല്ലത്ത് കൊണ്ടുപോയി അവിടെ ഞങ്ങള് കുറച്ച് നാൾ താമസിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ചെന്നപ്പോൾ പീഡനം തുടങ്ങി.
ഞാൻ അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് അമ്മ വീട്ടിലോട്ടൊന്ന് വന്നായിരുന്നു. അങ്ങനെ കാരണം അമ്മ വീട് വാപ്പ വീടൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ. എന്നും അമ്മ വീട്ടിലാ. ആയതുകൊണ്ട് കൊല്ലത്തിന് പോയി 1 വർഷമേ അവിടെ താമസിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് പോരുവാനിടയായി. ഇവിടെ വന്ന് താമസിക്കുന്നു. കാഞ്ഞാറ്റിന്ന് തന്നെ വന്നു. വന്നു കഴിഞ്ഞപ്പോ അവിടുന്ന് എഴുത്ത് വന്നു. മാമായിക്ക് എഴുത്ത് വന്നു. ഉമ്മ കടലിൽ ചാടി ചാടാൻ പോവുക പിള്ളേരെയും കൊണ്ട്, അനിയത്തിമാരെ അവരെയും കൊണ്ട്. കാരണം വാപ്പ നോക്കുന്നില്ല, പീഡനമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തിന് പോയി എൻ്റെ മാമയുടെ കൂടെ. ഞാനന്ന് 18 വയസ്സ്, 17, 18ഓളം വയസ്സുണ്ട്. ആ സമയത്ത് എൻ്റെ എൻ്റെ മാമയുടെ കൂടെ ഇവരെ കൊണ്ടുവന്ന് ടൗണിൽ വരുമ്പോൾ ചുമട് എടുക്കുന്ന ചിന്നക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ മാമാമാരിറങ്ങി വാപ്പയോട് പോവുകയാണെന്ന് പറഞ്ഞു. കാരണം ആദ്യമായി ഞങ്ങളുടെ ഉമ്മയെ ആണല്ലോ മൂത്തതായി കെട്ടിയത് കൊണ്ട് വാപ്പയോട് എന്ത് ചെയ്താലും അളിയന്മാരൊക്കെ വലിയ ബഹുമാനമാണ്. പക്ഷെ ഞാൻ ഇറങ്ങിയൊന്നുമില്ല, ഞാൻ ഇറങ്ങി പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയും സഹോദരങ്ങളെയും ഞാൻ എന്ത് ചെയ്യും, ഞാൻ നോക്കി പരിപാലിക്കും എന്ന് ഞാനിങ്ങനെ പറയുവാനിടെ എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ 18 വയസ്സുള്ളപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഉമ്മയുടെ അനിയത്തി ഭയങ്കര വഴക്കായി, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം, ബഹളമായി. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഒരു കാര്യം, എനിക്ക് മതത്തിന്റെ ഭയങ്കര ആ, ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാകുന്ന അനുഭവമായിരുന്നു. ഞാൻ ഒരു കാര്യം വിട്ടുപാതൊന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. കുഞ്ഞുകാലത്തില് ഞാൻ നോയമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ സഹോദരനും കൂടെ ഉമ്മയുടെ കൂടെ പുഴയിൽ കുളിക്കാൻ പോയി. കാഞ്ഞാറ് പാലത്തിന്റെ അടിയിലാണ് ഞങ്ങൾ കുളിക്കാൻ പോണത്. അന്ന് എനിക്ക് നോയമ്പുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൊച്ചു തുണികൾ അലക്കാൻ വേണ്ടി കല്ലുരുട്ടിക്കൊണ്ട് വരുമ്പോ ഒരു കല്ലിന്റെ മീതെ എൻ്റെ വലത് കൈ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരൻ വേറൊരു കല്ലെടുത്ത് എൻ്റെ കയ്യിലേക്ക് ഇട്ടു. അങ്ങനെ കൈവിരല് നാലാമതുള്ള എൻ്റെ വിരല്, ഈ വിരൽ എൻ്റെ ഇത് അരഞ്ഞു പോയി. ഇന്നും ഇത് വളർന്നിട്ടില്ല. ഇത് നഗരി വെച്ച് പകുതിക്കെ വെച്ച് പോയതാണ്. അതിന്ന് ഒരു ഭാഗം പോലെ ഇരിക്കുകയാണ് ചരിഞ്ഞ്. അത്ര പോലും വരുമെന്ന് ഓർത്തില്ല. അന്ന് അത് മുറിച്ചു കളയണമെന്ന് ഡോക്ടർ അവിടെ കാഞ്ഞാലിൽ ഒരു ചെറിയ ആശുപത്രി ചെന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മുറിച്ചു കളയേണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി കാറുവനൊക്കെ ഇടി. പക്ഷെ അവര് അത് മുറിച്ചു കളഞ്ഞു. മുറിച്ചു കളയാതെ പറ്റത്തില്ലായിരുന്നു. അപ്പോ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് മുട്ട പുഴുങ്ങിയതും ചായയും മേടിച്ചു തന്ന് എന്നോട് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ നോമ്പ് പോകും, ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൊച്ചാപ്പ പറഞ്ഞു, അല്ല കഴിക്ക്, ഈ കൈ മുറിഞ്ഞിട്ട് കണ്ടിച്ചു കളഞ്ഞോണ്ട് നോയമ്പ് പോയി എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ കഴിച്ചത്. അങ്ങനെ എനിക്ക് ഭയങ്കര മതഭക്തയായിട്ട് കാഞ്ഞാറ്റി വന്നിങ്ങനെ പിന്നെ പണിയാന് ടാങ്കിന് പടുതുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരിയുടെ വിവാഹം വന്നു. രത്നമ്മ എന്നാണ് അവളുടെ പേര്. ഞരളമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പൊ എൻ്റെ കൂട്ടുകാരികളെ ലീല, ഓമന, രത്നമ്മ, അങ്ങനെ അവരെല്ലാം വേറെ ജാതിയിലുള്ളവരാണ്. ഞാൻ മാത്രമേ മുസ്ലിങ്ങളിലുള്ളതുള്ളൂ. കുറെ പിള്ളേരുണ്ട്. അപ്പൊ അവളുടെ വിവാഹം വന്നപ്പോൾ ഞാൻ ഒരു ദിവസം സമ്മാനവും വാങ്ങി പോവുകയാണ്. ഞരളമ്പുഴ ചെന്നിട്ട് സമ്മാനമൊക്കെ കൊടുത്തിട്ട് ഇവരെ പുറകു വശത്തോടെ ഞാൻ ഇറങ്ങി. എന്താണെന്നറിയാമോ, എനിക്ക് മറ്റുള്ള ഇവരുമായിട്ട് കൂട്ടുണ്ടെങ്കിലും എനിക്ക് മറ്റുള്ള ജാതികളെ ഭയങ്കര, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ഭയങ്കര വെറുപ്പായിരുന്നു. കാരണം എന്തോ എനിക്ക് അവരെ വെറുപ്പെന്ന് പറഞ്ഞാൽ മിണ്ടും സംസാരിക്കും കൂട്ടൊക്കെ കൂടുമെങ്കിലും അവരുടെ ഭക്ഷണം കഴിക്കാനോ അവരുമായിട്ട് മറ്റൊരു കാര്യങ്ങൾക്കും എനിക്കത് താല്പര്യമില്ലാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരിയുടെ വിവാഹത്തിന് ഞാൻ ചെന്നിട്ട് ഞാൻ സമ്മാനം കൊടുത്തിട്ട് അവരുടെ പുറകുവശത്തോടെ ബാത്റൂമിലേക്ക് പോകുന്നു എന്ന് വ്യാജേന ഞാൻ ഇറങ്ങി ഓടുവാനിടയായി. അവരുടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട്. അത്രയേറെ മതത്തിൻ്റെതായ ഒരനുഭവമായിരുന്നു എൻ്റെ. ആ സമയങ്ങളിലൊക്കെ നോയമ്പ് വരുമ്പോൾ ഞാൻ നോയമ്പ് പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് നോയമ്പ് കാലത്ത് ഒരു ത്രാവിയ നിസ്കാരമുണ്ട്. സാധാരണ രാത്രി കുറെ ആകുമ്പോൾ ഒരു നിസ്കാരം. അപ്പൊ എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങള് ആമിനയുടെ അനിയത്തി സുബൈദ, അതുപോലെ സൽമ, ഇവരെല്ലാരും കൂടെ ത്രാവിയ നിസ്കാരത്തിന് കൂടും. പക്ഷേ നോയമ്പ് പകുതി ആകുന്നതിന് മുമ്പ് ഇവരെല്ലാം പോകും. ഞങ്ങൾക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. നോയമ്പ് വീണ്ടും കഴിയുമ്പോൾ ക്ഷീണം വന്നിട്ട് ഉറക്കം വരിക, അതുകൊണ്ട് ഞങ്ങൾ ഈ നിസ്കാരത്തിന് നിൽക്കുന്നില്ല എന്ന് പറയും. എങ്കിലും ഞാൻ തന്നെ പോലെ വേറൊരു വീട്ടിൽ പോയാണ് നിസ്കരിക്കണത്. കാരണം സാധാ നിസ്കാരത്തിന്റെ അല്ല അതിനൊക്കെ ചൊല്ലേണ്ടതൊക്കെ. അപ്പൊ വേറൊരു ഇത്താടെ അടുത്ത് ചെന്നാ ഞങ്ങള് പോകുന്നത്. ഞാനത് തീരുന്നവരെ പോകുമായിരുന്നു. കാരണം എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്. എവിടെയാണെന്ന് സെന്റൻസ് ഞാൻ ഓർക്കുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു എന്നാണ്. അപ്പം എന്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോ എന്നെ കണ്ടു അന്ന് എന്ന് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുൻപ് തന്നെ എന്നെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പൊ ഞാൻ സ്വർഗത്തിലെ, അപ്പൊ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മുടെ നീതിപ്രവൃത്തി ഒന്നുമല്ല നമ്മളെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത്, കർത്താവിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്നുമുണ്ട്. എന്നാൽ വചനം ഇങ്ങനെയുണ്ട്, സ്വർഗത്തെ ഇങ്ങനെ
സ്വർഗത്തിൽ ദൈവം നോക്കുക, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അപ്പൊ ഇന്ന് ഈ ലോകത്തുള്ള ബുദ്ധിമാന്മാരൊന്നും അല്ല വലിയ ബുദ്ധിമാൻ എന്ന് ദൈവിക വചനം നമ്മെ പഠിപ്പിക്കുക. കാരണം ലോകത്തിൻ്റെതായ അനുഭവങ്ങളിൽ പല കണ്ടുപിടുത്തങ്ങളിലും ശാസ്ത്രീയപരമായും ഒക്കെയായിട്ട് ബുദ്ധിമാന്മാർ ഒത്തിരി പേരുണ്ട്. പക്ഷെ ദൈവം പറയുന്ന ബുദ്ധിമാൻ എന്നുള്ളത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നാ ദൈവം നോക്കുന്നത്. അവരെയാണ് ബുദ്ധിമാൻ എന്ന് ദൈവം ഇവിടെ പറയുന്നത്. മനുഷ്യരായും ബുദ്ധിമാനാക്കുന്നവരല്ല ബുദ്ധിമാന്മാർ. ദൈവം അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്നുള്ളത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെയാണ്, അന്വേഷിക്കുന്നവരെയാണ് ദൈവം ബുദ്ധിമാൻ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ കൃപയാൽ ഞാൻ അങ്ങനെ അന്ന് ആ ഭയഭക്തിയോടെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ കോളപ്പുറയ്ക്ക് ഞങ്ങൾക്ക് അതിനു മുമ്പ് കൊല്ലത്തിന് ഉമ്മ പോകുന്നതിന് മുൻപ് പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്ക് ഒരു 4 സെന്റ് സ്ഥലം പഞ്ചായത്തിൻ്റെതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കൊല്ലത്തായതുകൊണ്ട് വെല്ലുമയും കൂട്ടിക്കൊണ്ട് പോയി ഞാനാണ് അത് തെളിക്കാനൊക്കെ കൂടി. ഞങ്ങൾക്ക് ഒരു തെങ്ങ്, ഒരു മാവൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഞാൻ അന്ന് അതൊക്കെ തൊട്ട് നിൽക്കുന്ന ആ അനുഭവം ഇന്ന് നമ്മൾ സ്വർഗത്തിൽ എത്തുന്ന ഒരു പ്രതീതി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയേറെ ഈ എൻ്റെ ഉമ്മാടെ അനിയത്തി ഞങ്ങളെ വേദനിപ്പിക്കുമ്പോഴും ഇറങ്ങിപ്പോകാൻ പറയുമ്പോഴും എൻ്റെ ഭക്ഷണം ഇരിക്കുന്നതെല്ലാം എടുത്തു കഴിക്കുക, അങ്ങനെ എല്ലാ രീതിയിലും ഈ വ്യക്തി എന്നെ വളരെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, ദൈവമേ, അള്ളാഹുവേ, എനിക്കും എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കുമായിട്ട് ഒരു കൊച്ചു കൂര, കുഞ്ഞുങ്ങളൊക്കെ മാടം കെട്ടി കളിക്കുന്ന അനുഭവത്തിലുള്ള കൊച്ചു കൂര ഞങ്ങൾക്ക് സ്വന്തമായി മറ്റാരും അവകാശം പറയാതെ ഹല്ലേലൂയ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓർത്ത് വ്യസനിച്ച് കരഞ്ഞ ദിവസങ്ങൾ ഒത്തിരി സമയങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 4 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. ഉമ്മയും എല്ലാവരും കൊല്ലത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പോ എൻ്റെ ഉമ്മ പറഞ്ഞു, മക്കളെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കപ്പ കിട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്കൊരു വീട് വെച്ച് പോകാം, അല്ലാതെ ഇവിടെ കിടന്നാൽ നമുക്ക് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വല്യമ്മ പറഞ്ഞു, അന്നൊക്കെ ഈ കോളപ്പുറ ഭാഗത്തൊക്കെ ഒത്തിരി RSSകാർ BJPക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ ഇന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ വല്യമ്മ പറഞ്ഞു, ഒന്ന് മുസ്ലിങ്ങളെ അവർക്ക് ഇഷ്ടമില്ല, അങ്ങനെ ഇങ്ങനെ, അതുകൊണ്ട് നിങ്ങൾ പോകരുത്, ഈ പ്രായപൂർത്തിയായ പെണ്ണിനെയും കൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നേ, പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉമ്മയുടെ നേരെയുള്ള എനിക്ക് ഒരു പ്രശ്നമില്ല, മറ്റേ അത് മാനസിക രോഗിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെതായ അനുഭവം പറയുകയാണെങ്കിൽ മാനസിക രോഗം അങ്ങ് മൂത്തിട്ട് ആ കുഞ്ഞിനെ, ഉള്ള കുഞ്ഞിനെ ഇങ്ങനെ അത് അപ്പിയിട്ടാലും ആ അപ്പിയായിട്ട് എളിയിൽ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, ഈ കുഞ്ഞിനൊന്നും കൊടുക്കത്തില്ല, ഈ കുഞ്ഞിനെ നമ്മുടെ കയ്യിലൊന്നും തരത്തില്ല, പിടിച്ചു വെച്ചോണ്ടിരിക്കും, അതിനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പകലൊക്കെ അമ്മമാരൊക്കെ വീട്ടിലില്ലാത്ത സമയമാണ്, ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ചാൽ തരത്തില്ല, ഞങ്ങളെ തെറിയാണ് പറയുക എപ്പോഴും. അങ്ങനെ ആകുമ്പോ ഈ വ്യക്തി അങ്ങോട്ട് മെലിഞ്ഞുണങ്ങി, അതുപോലെ തന്നെ ഈ ഉമ്മയുടെ അനിയത്തി ആയിരിക്കുന്ന കൊച്ചുമായും ഇങ്ങനെ എന്ത് ചെയ്യും, ഈ അപ്പി ഇട്ടിട്ടൊക്കെ ഇങ്ങനെ നടക്കും, നാറ്റം കൊണ്ടും ഒക്കെ ആയിട്ട് അവരുടെ അനുഭവം, രാപകൽ ഉറക്കമില്ലാതെ ഈ വേദനയുടെ അനുഭവത്തിലെല്ലാം ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ എൻ്റെ ഉമ്മ പറഞ്ഞു, മക്കളെ, നമുക്ക് പോയ കൈ വീട്ടിൽ നിന്ന് നമുക്ക് എന്താണെങ്കിലും ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു വീട് വെക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞായറാഴ്ച തൊട്ട് പിറ്റേ ഞായറാഴ്ച വരെ പണി, ആ പിറ്റേ ഞായറാഴ്ച തൊട്ട് അതേ കഴിഞ്ഞുള്ള പിറ്റേ ഞായറാഴ്ച വരെ പണി. ആ സമയങ്ങളൊക്കെ എൻ്റെ ഉമ്മയ്ക്ക് തീരുമാനം അങ്ങനെ ഒരു പണിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. കാലും കൊണ്ട് മുട്ടിനൊക്കെ വേദനകൾ അങ്ങോട്ട് വല്ലാതെ ആയിട്ട് ചട്ടൊക്കെ പോലെ നല്ലപോലെ നടക്കാൻ വയ്യാത്ത അവസ്ഥകളൊക്കെ വന്നപ്പോൾ എന്നും ഞാനാണ് പിന്നെ പണിക്കാരി. ഞാൻ പണിതെൻ്റെ അനിയത്തിയെ പഠിപ്പിക്കണം, എൻ്റെ ആങ്ങളെ പഠിപ്പിക്കണം, എൻ്റെ കുടുംബം നോക്കണം. അപ്പൊ ആദ്യം കുറെ നാൾ ഇവിടെ വീട്ടിലൊക്കെ കിടന്നപ്പോ ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് കോളപ്പുറയ്ക്ക് കടന്നു വന്നു. കോളപ്പുറ എന്ന സ്ഥലം കോളപ്പുറ കഴിഞ്ഞാണ് മുട്ടം. അപ്പോ കാഞ്ഞാറ് കഴിഞ്ഞ് കൊടയത്തൂർ കഴിഞ്ഞ് കോളപ്പുറ, അങ്ങനെ കോളപ്പുറ സ്ഥലത്ത് ഞങ്ങൾ വന്ന് ഞങ്ങളൊരു പനയോലയൊക്കെ മേടിച്ച് ഒരു നല്ല പണി അറിയാവുന്ന, ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി, അന്ന് ഞങ്ങളുടെ അയൽവക്കത്താണ് താമസിക്കുന്നത്, ആ വ്യക്തിയെ വിളിച്ച് പണി ചെയ്യിപ്പിച്ച് ഞങ്ങൾ മൊത്തം നന്നായി മറയൊക്കെ മറച്ച് ഒരു തിണ്ണയും ഒരു മുറിയും ഒരു അടുക്കളയുമായിട്ട് ഞങ്ങൾ പണിയുവാനിടയായി. അങ്ങനെ പണിത് മറയാണ് വാതിലൊക്കെ. അന്ന് ഞാനിങ്ങനെ ഓർക്കുന്നു, എൻ്റെ ആങ്ങള വരത്തില്ല, കാരണം കോളപ്പുറയിൽ മുസ്ലിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ ആങ്ങള വരത്തില്ല. അനിയത്തി ഓത്തുപള്ളി പോകാൻ കാഞ്ഞാറ്റിലെ പള്ളിയുള്ളൂ, കോളപ്പുറ ഇല്ലാത്തതുകൊണ്ട് അവൾ അവിടെയാണ്. അപ്പൊ ഞാനും എൻ്റെ ഉമ്മയാണ് ഞങ്ങൾ കോളപ്പുറ, ചേട്ടത്തി അനിയത്തി പോലെയാണ് ഉമ്മയും ഞാനുമായിരിക്കുന്ന അനുഭവം. അപ്പൊ ഞങ്ങൾക്കന്ന് ബാത്റൂം ഇല്ലാത്ത സമയങ്ങളിൽ ഞങ്ങള് ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ മലങ്കര ഇപ്പൊ ഡാം പണിത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, അതിന് സ്ഥലം അന്ന് എടുത്തിട്ടിരിക്കുകയാണ് ഗവൺമെന്റ്. എടുത്തിട്ടിരിക്കുന്ന സമയം, അന്ന് ഡാം ഒന്നും വന്നിട്ടില്ല,
ആ സമയങ്ങളിൽ ഞങ്ങള് ഈ എടുത്തിട്ടിരിക്കുന്ന സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെയാണ് ഞങ്ങള് ബാത്റൂം ആയിട്ട് ഉപയോഗിക്കാൻ കടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കോളപ്പുറ വന്ന ഏത് ഒരു കുറച്ചങ്ങോട്ടായപ്പോ എനിക്ക് കാഞ്ഞാറ്റി ചെല്ലണം. എന്താ പണിക്ക്, ടാങ്കിനാണല്ലോ പണിയുന്നത്. അവിടെ 7:30 ആവുമ്പോ ചെല്ലണം ദേവദാസനെ. 7:30ക്ക് ചെന്നെങ്കില് എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ വീട് അവിടെ അടുത്തുണ്ട്. ഇറക്കുപറമ്പില് ഒരു ഈ മാനസിക രോഗിയായിരുന്ന ഉമ്മ അന്ന് പെര വെച്ച് ഒരു ചെറിയൊരു പെരയൊക്കെ വെച്ച് ഒരു പുറമ്പോക്കിൽ വെച്ച് അവരന്ന് അവിടെയാ താമസിക്കുന്നത്. ഇടയ്ക്ക് അപ്പൊ അന്നേരം ആ പുള്ളിക്കാരിയുടെ അസുഖങ്ങൾ കുറഞ്ഞു ഒരു കുറച്ചു കാലത്തേക്ക്. കുറച്ചു കാലത്തേക്ക് കുറയും, പിന്നെ അങ്ങ് കൂടും, അങ്ങനെയായിരുന്നു. ആ സമയങ്ങളിൽ അവിടെ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വേണം ഈ ടാങ്കിന്റെ അവിടെ 7:30 ആകുമ്പോൾ 8 മണിക്ക് കറക്റ്റ് പണിക്ക് ഇറങ്ങണം. അപ്പൊ 8 മണിക്ക് പണിയുന്നിടത്ത് ചെല്ലണം, 7:30ക്ക് കാഞ്ഞാറ്റിൽ വരണമെങ്കിൽ നാം കോളപ്പുറ എത്ര മണിക്ക് വെളുപ്പിനെ ഞാൻ ഈ ബാത്റൂം തേടി പോകണമെന്നുള്ളത് സമയം ഒന്ന് ഓർത്ത് വളർന്നു. ഭയങ്കര ഇരുട്ട്, പയ്യെ ഒരു ഇരുട്ടൊക്കെ വെളുപ്പിന് നല്ല ഇരുട്ടുള്ളപ്പോഴേ എഴുന്നേക്കും, ഇങ്ങനെ പോകും. അങ്ങനെ മൂന്നാമത്തെ അപകടം എന്നെ അവിടെ വെച്ച് തേടി വരുവാനിടയായി. അവിടെ ഇപ്പൊ ആ വ്യക്തി മരിച്ചുപോയി. AC കൊച്ചെന്നാണോ KC കൊച്ചെന്നാണോ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ഭാര്യയും നല്ല ഏതാണ്ട് 3 പെമ്മക്കളെങ്ങാണ്ട് ഏതോ സ്ഥലത്തുണ്ട്. അതിനെയെല്ലാം കളഞ്ഞിട്ട് ഈ കോളപ്പുറ വന്ന തുളസി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയെ വിവാഹം രണ്ടാമത് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഉമ്മയായിട്ട് തടിപ്പണിക്ക് പണ്ട് പോകുമ്പോൾ ഈ വ്യക്തി ഒരുമിച്ച് പണിതിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം വെളുപ്പിന് ഇങ്ങനെ പോയി, ഇങ്ങനെ ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പൊ നമ്മള് വിവാഹപ്രായമായ പ്രായമായതുകൊണ്ട് നമ്മള് ഈ പ്രായമുള്ളവർ പോയി അടുത്തെവിടെയെങ്കിലും ഇരിക്കും പോലെ നമുക്ക് പറ്റത്തില്ലല്ലോ. നമ്മൾ ഇച്ചിരി ഉള്ളിലേക്ക് പോകും, കാട്ടിലേക്ക്. അങ്ങനെ പോയി പുഴയെന്ന് ഇപ്പൊ ഡാമൊക്കെ പണിത് വെള്ളമൊക്കെ ആയി നന്നായി നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് പണ്ട് അന്ന് താഴെ കൂടെയാ പുഴ ഒഴുകുന്നത്, ഈ പറമ്പ് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി ഏതാണ്ട് പുഴയുടെ കുറച്ച് അരികു കാട്ടിനകത്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ബാത്റൂമിൽ ഇരിക്കുമ്പോ എന്നോട് ആരോ പറയുകയാ, ദൈവദാസനെ അപകടം അപകടം അപകടം, പുറകോട്ട് നോക്ക് പുറകോട്ട് നോക്ക്, കണ്ടില്ലേ കാണുന്നത് കണ്ടില്ലേ കാണുന്നത് കണ്ടില്ലേ, ഇങ്ങനെയോ എന്നോട് ഇങ്ങനെ. അപ്പൊ ഈ 2-3 അപകടം വരാൻ സമയത്തും ഇങ്ങനെ ശബ്ദം കേട്ടത് കൊണ്ട് എനിക്കറിയാം ഇത് ദൈവ ശബ്ദമാണെന്ന് മനസ്സിലാകുവാനിടയും. ഞാൻ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ തൊട്ടു പുറകിൽ ഒരു അല്പം കാടുണ്ട്. കാടിന്റെ അതിന്റെ തൊട്ടു പുറകിൽ ഈ AC കൊച്ചെന്നാണോ KC കൊച്ച ആ വ്യക്തി ഇങ്ങനെ നിൽക്കുക. ആ വ്യക്തി ഇങ്ങനെ ഈ പേപ്പട്ടി കാണിക്കുമ്പോൾ ഒരു അനുഭവത്തിൽ ഈ വ്യക്തി നിൽക്കുക. പക്ഷെ എന്നെയല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഇയാൾ എന്നെയല്ല നോക്കുന്നത്, ഞങ്ങളുടെ കോളനി ഭാഗത്തേക്ക് നോക്കുക. അവിടെ വഴിയെ ആരെങ്കിലും വരുന്നോന്നായിരിക്കാം. അപ്പൊ ഈ കോളനിക്ക് 2 സ്ഥലവും കൂടുന്നതിന്റെ നടുക്കൂടെ കാട്ടിനകത്തോടെ ഒരു റോഡുണ്ട്, ജീപ്പ് റോഡ്, ഓട്ടോ ഒക്കെ പോകുന്നത്. അപ്പൊ ഈ വ്യക്തിയെ പുറകോട്ട് നോക്കുന്ന സമയം ഈ വ്യക്തി എന്നെ കണ്ടില്ല. ഞാൻ ചാടി എഴുന്നേറ്റ് ഓടി ഈ റോഡിലേക്ക് ചെന്ന് പിന്നെ വീട്ടിലോട്ട് പോയി. ആറ്റിലോട്ട് പുഴയിലൊന്നും ഇറങ്ങാൻ പോയില്ല, പല്ല് തേക്കാനൊന്നും. വീട്ടിൽ ചെന്ന് ഉമ്മയോട് പറഞ്ഞു. ഉമ്മ കടന്നു ചെന്ന് അവിടെ ഈ വ്യക്തിയോട് ചെന്ന് വഴക്കുണ്ടാക്കി, ഭയങ്കര വഴക്കുണ്ടാക്കി. വഴക്കുണ്ടാക്കിയപ്പോ ഈ വ്യക്തിക്ക് എന്നോട് ഭയങ്കര വൈരാഗ്യമായി തീരുവാനിടയായി. വൈരാഗ്യമായി തീർന്നപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, മോനെ പാലമുണ്ട് കോളപ്പുറയിൽ, ഇപ്പോഴും ഉണ്ട് പാലം. അന്ന് കമ്പിപ്പാലമായിരുന്നു, ഇന്ന് നല്ല കോൺക്രീറ്റ് പാലമാണ്. അപ്പൊ അന്ന് കമ്പിപ്പാലമായിരിക്കുമ്പോ ആ പാലത്തിന് താഴെയായിട്ട് ഒരു അമ്പലമുണ്ട്. ഇന്ന് ആ അമ്പലം ആ അമ്പലത്തിൽ പണിതിരുന്നവരുടെ ഉടമസ്ഥരുടെ പറമ്പിലായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്, ഈ വെള്ളം കയറി വന്നപ്പോ. അപ്പൊ അന്ന് എന്റെ ഉമ്മ പറഞ്ഞു, മോനെ നീ ഇനി ഒരു കാര്യം ചെയ്തു, പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് പൊക്കോ. അവിടെ ആ പാലത്തിന്റെ അടിഭാഗം പോലെ പോയി ഇരിക്കുവാണെങ്കിൽ ഇവൻ ഇനി വൈരാഗ്യം കൂടും, പിടിക്കാൻ വന്ന കാറ അവിടെ കിടന്ന് കാറി അമ്പലത്തിൽ ആരെങ്കിലും വരുന്നവർ കാണുകയോ അല്ലെങ്കിൽ പാലത്തിൽ കൂടെ പോകുന്നവർ കാണുകയോ ചെയ്യും. അതുകൊണ്ട് മക്കൾ ഒരു കാര്യം ചെയ്യുക, അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പിന്നീട് അങ്ങോട്ടാ പോകുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ കുറെ ആ സ്ഥലമൊക്കെ ആയിട്ട് കുറെ പഴകി, കുറെ സമയങ്ങളായി. ആദ്യം അപകടം സംഭവിക്കുന്ന വന്ന സമയങ്ങളിലായിരുന്നു. അപ്പൊ രണ്ടാമത് കുറച്ച് അവിടെ ആയിട്ട് പഴകി സമയമൊക്കെ കുറെ സമയങ്ങള് പരിചയമൊക്കെ ആയി. ഞാൻ ഇങ്ങനെ കടന്ന് ദൂരേന്ന് പോകുമ്പോൾ എനിക്കൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. ഒരു വീടി വലിക്കാരനോ ഒരു മദ്യപാനി അകലേന്ന് പോയാലോ മണം എന്റെ മൂക്കിലേക്ക് അടിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ കടന്നു പോകും, ബ്രാണ്ടിയുടെ മണം ഇങ്ങനെ അകലേന്ന് ഇങ്ങനെ വരുവാ പറന്ന് എന്റെ മൂക്കിലോട്ട്. അപ്പോ എന്നോട് പറയുകയാണ്, ശബ്ദം കേൾക്കുക, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, ഇരിക്കരുത് ഇരിക്കരുത്, അപകടമുണ്ട് അപകടമുണ്ട് എന്ന് പറയുന്ന അനുഭവം. അപ്പൊ ഞാൻ ഇരിക്കാതെ അതിലെ കയറി ഇറങ്ങി നോക്കിയപ്പോ കാട്ടിനകത്ത് ഈ വ്യക്തി വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് ഈ വെളുപ്പിനെ ചെന്ന് ബാത്റൂമിലൊന്നും പോകുകയല്ലേ, ഇരിക്കുക. ഞാൻ അന്ന് ആ വ്യക്തിയോട് പറഞ്ഞു, എന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ എന്റെ ശരീരത്തിൽ ജീവൻ പോയിട്ടല്ലാതെ
എന്റെ പ്രാണം പോയല്ലാതെ നീ എന്നെ തൊടാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ പറയുവാനിടയായി. അങ്ങനെ വീട്ടിൽ ചെന്നു. അന്നും എൻ്റെ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ വളരെ സങ്കടത്തിലായി തീർന്നു. ഞങ്ങൾക്ക് ഒരാണും തൂണും ഒന്നും ഇല്ലല്ലോ, ആരും തുണയില്ലാത്തത് കൊണ്ട് എന്തുമാകാമെന്നാണ് ഈ വ്യക്തിയുടെയൊക്കെ ചിന്ത. അങ്ങനെ ഇരിക്കെ എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ജോസഫ്, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ പേര്, എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്, അത് ഞാൻ വഴിയെ പറയാം, ജോസഫ്. അന്ന് അവര് ഞങ്ങളുടെ അയൽവക്കത്താണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ മുറുക്കുന്നത് കൊണ്ട് ഈ വ്യക്തി മുറുക്കാൻ കടന്നു വരുമായിരുന്നു. കഞ്ചാവിനും ചാരായത്തിനും അടിമയാണ് ഈ വ്യക്തി. അനിയനുണ്ട്, അനിയൻ അത്ര മദ്യപിക്കുന്ന ആളല്ല. അങ്ങനെ കടന്നു വന്നപ്പോ മുറുക്കാനായിട്ട് വന്നപ്പോ എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ എൻ്റെ മോളും ഞാനും കൂടെ എങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കും മക്കളെ. ഈ വ്യക്തി ഇതുപോലെ തുടങ്ങിയ ഇനി എൻ്റെ കൊച്ചിനെ അവന്റെ കയ്യിൽ കിട്ടിയ അവൻ ഇനി ഒന്നും കൂടെ വൈരാഗ്യമായി വെച്ചേക്കോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ ജോസഫ് എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് ആയിരുന്ന വ്യക്തി അന്നത്തെ അനുഭവത്തിൽ ഭയങ്കര കേസ് കാര്യങ്ങളുള്ള വ്യക്തിയാണ്. എല്ലാ തിങ്കളാഴ്ച 10-നും ഏതാണ്ട് 8-നും ഇടയ്ക്ക് പോയി കോടതിയിൽ പോയി ഒപ്പിടണം. കാരണം ഈ വ്യക്തിയുടെ പേർക്ക് ഇല്ലാത്ത കേസില്ല. നാട് നന്നാക്കാനാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നയാള്. അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ കൊല്ലണമെങ്കിൽ കൊല്ലും, വെട്ടണമെങ്കിൽ വെട്ടും, അങ്ങനെയുള്ള ഒരു അനുഭവമായി സ്വഭാവമായതുകൊണ്ട് ഈ വ്യക്തി കോളപ്പുറ ചെന്നപ്പോൾ ഒരിക്കലും ഈ വ്യക്തിയെ കണ്ടു. അപ്പൊ ഈ ജോസഫ് ആയിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡായ വ്യക്തി അവിടെ നിന്ന് ചീത്ത വിളിച്ചു. ചീത്തയാണ് പറഞ്ഞത്. ഓരോരുത്തർക്കൊക്കെ നല്ല ഭാര്യമാരുണ്ട് എങ്കിലും കൊച്ചു പെൺപിള്ളേരെ കാണുന്ന അനുഭവം അങ്ങനെ കുറെ ചീത്ത പറഞ്ഞു. അതൊന്നും ആരും ഇല്ലെന്നൊന്നും ഓർക്കണ്ട, ഇനി ആ പെൺകൊച്ചിന്റെ നേരെ എന്തെങ്കിലും പറഞ്ഞ കഴുത്ത് വെട്ടി ഞാൻ ഇടുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഈ വ്യക്തിയുടെ ശല്യം ഞങ്ങളെ വിട്ട് മാറുവാനിടയായി തീർന്നു. ആ സമയങ്ങളിൽ എനിക്കൊരു വിവാഹം വരികയാണ്. വിവാഹം വരുന്നത് എൻ്റെ വാപ്പയുടെ വാപ്പ വരികയാണ്. വിവാഹം കൊണ്ട് വരികയാണ്. ഒരു വ്യക്തിയെ കൊണ്ടാണ് വരുന്നത്. ആ വ്യക്തിയുടെ പേര് ഷാഫി എന്നാണ്. ആ വ്യക്തി തിരുവനന്തപുരംകാരനാണെന്നാണ് എൻ്റെ വാപ്പ ഞങ്ങളോട് പറയുവാനിടയായി. കൊണ്ടുവന്ന് കാണിച്ചപ്പോ അപ്പൊ ഞാന് എന്നും പ്രാർത്ഥിക്കും. എനിക്ക് പുരുഷന്മാരെയേ വെറുപ്പായിരുന്നു. അതിന് 2-3 കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ വാപ്പ ഇട്ടിട്ട് പോകും, പിന്നെ വരും, അടി അടി അടി. എൻ്റെ ഉമ്മയെ അടിച്ചാണ് ഞാൻ കണ്ടേക്കുന്നത്. ഞങ്ങൾക്ക് വാപ്പ എന്ന് പറയുവാൻ പലപ്പോഴും ഇല്ല. വന്നാല് ഞങ്ങളെ ഒന്നും ഒരു മുട്ടായി പോലും വരുമ്പോ സമയം മേടിച്ചുകൊണ്ട് വന്നതായി ഓർമ്മയിൽ എൻ്റെ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാലയളവാണ്. അപ്പൊ ഞാന് പിന്നെ മറ്റൊന്ന്, എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുമായിരുന്നു. എൻ്റെ ഉമ്മയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മ വീട്ടിലെ മൂത്തതാണ്. എൻ്റെ ഉമ്മയുടെ മൂത്തതാണ് ഞാന്. എൻ്റെ ഉമ്മയുടെ ഉമ്മ അവരുടെ വീട്ടിലെ മൂത്തതാണ്. അതിൻ്റെ ഉമ്മ അവരുടെ വീട്ടിലെ മൂത്തതാണ്. അപ്പോ ഈ 3-4 തലമുറകൾ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഉമ്മ പറയണേ ഇവർക്ക് ആർക്കും ഭർത്താക്കന്മാർ വാഴുകയില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ വെല്ലുമ്മ ഉണ്ടായപ്പോൾ ആ വെല്ലുമ്മയുടെ ഉമ്മായിക്ക് മാനസിക രോഗം വന്നെന്നാ പറയുന്നത്. അപ്പൊ ആ ഭർത്താവിനോട്, ആ ഉപ്പായോട് ഉമ്മയുടെ വീട്ടുകാർ പറഞ്ഞു, നീ പോയി വേറെ കെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ കഥ പോയി. എൻ്റെ വെല്ലുമ്മയുടെ ഭർത്താവായിരിക്കുന്ന എൻ്റെ ഉമ്മയുടെ വാപ്പ ചെറുപ്രായത്തിലെ തന്നെ മരിച്ചുപോയി. പാക്ക് പറിക്കാൻ പോയത് പാക്ക് കവുങ്ങൊടിഞ്ഞ് കാപ്പിക്കുറ്റി കുരങ്ങാവള്ളിയിൽ കയറി, അങ്ങനെ അത് മരിച്ചുപോയി. അപ്പൊ എൻ്റെ വെല്ലുമ്മ വിധവയായി തീർന്നു. എൻ്റെ ഉമ്മ എൻ്റെ പിതാവ് ഇട്ടിട്ട് പോയി. അങ്ങനെ എൻ്റെ ഉമ്മ വിധവയായി. ഇങ്ങനെ ആകുന്നതുകൊണ്ട് എൻ്റെ ഉമ്മ എന്നും എന്നെ നോക്കി പറയും, ദേവദാസനെ, മക്കളെ നിന്റെ ഗതി എന്താകും മോനെ, നീയും എൻ്റെ മൂത്തതല്ലേ. ഞങ്ങൾ മൂത്തോര് കുറെ അമ്മമാർക്ക് ഭർത്താക്കന്മാര് വാഴുകയില്ല മക്കളെ. അപ്പൊ നിനക്കെങ്ങനെയാകും? ഇതാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നത്. പിന്നെ എനിക്ക് പുരുഷന്മാരെ ഇഷ്ടവുമില്ല. കാരണം എൻ്റെ വാപ്പ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാ പുരുഷന്മാരും ഇങ്ങനെയുള്ളവരാണ് എന്നാണ്. അപ്പൊ ഞാൻ എന്നും രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് പല വിവാഹങ്ങൾ വരുന്ന സമയമാണെന്ന് വരുന്നു. എല്ലാവരും ലേലം വിളിക്കുന്ന പോലെ അങ്ങ് കാണുന്നു. ഇത്ര തന്നാ വിവാഹം ചെയ്യാം, ഇത്ര ലക്ഷം തന്നാ കെട്ടാം, ഇത്ര സ്വർണം തന്നാ കെട്ടാമെന്നുള്ള പല വന്ന് ഇവരെല്ലാം ഇങ്ങനെ ലേലം വിളിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഓരോ പുരുഷന്മാരുടെ മുൻപിൽ കാപ്പിയും കൊണ്ട് പോയി നിന്ന് എനിക്കങ്ങോട്ട് തന്നെ മനം മടുത്തു പോകുവാനിടയായി തീർന്നു. ചിലരെല്ലാം കാണാൻ വരുമ്പോ പിന്നെ ഞാൻ ഇറങ്ങി പോകത്തില്ല. ഒരു വ്യക്തി ഒരു ബ്രോക്കർ ഒരു ദിവസം കൊണ്ടുവന്നു. അന്ന് എൻ്റെ ഉമ്മ കാഞ്ഞാറിന് പോയിരിക്കുക നാട്ടിലോട്ട്. കാഞ്ഞാറിന് പോയിരിക്കുമ്പോ ആ ബ്രോക്കർ ആയിരിക്കുന്ന ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു, കൊച്ചെ നീ ഇന്ന് എങ്ങും പോയേക്കരുത്. അടുത്ത വീട്ടിലൊരു ഹിന്ദു ഒരു പെൺകുട്ടിയുണ്ട്, നിനക്കും 2 ചെറുക്കന്മാരെ, ആ പെണ്ണിന് ഒരു ചെറുക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്കൊരു മുസ്ലിം ചെറുക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെണ്ണിനെ അവിടെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഓടി ഇവിടെ വന്നതാ, നീ ഈ വീട് വിട്ടെങ്ങും പോകരുതെന്ന്. ദേവദാസനെ എനിക്കിത് മടുപ്പായിട്ട് ഞാന്
എന്റെ ഇപ്പോഴത്തെ എന്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ജോസഫ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ അയൽക്കാരനായിരിക്കുന്ന ആ വ്യക്തിയുടെ പെങ്ങള് രണ്ടുപേരുണ്ട്, മിനിയും സോളിയും. അവരുമായിട്ട് ഞാൻ കൂട്ടാണ്. അതിലെ മിനി അന്ന് അവിടെ ഇല്ലായിരുന്നു. സോളിയെ വിളിച്ചു ഞാൻ പുഴയെ ചാടാൻ പോയി. എന്താണെന്ന് അറിയാമോ? ഇവര് വരുമ്പോ ഇവരുടെ മുൻപിൽ എനിക്ക് നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പോയി. കുറേ ചാടിയപ്പോ എന്നോട് സോളി പറഞ്ഞു, ചേച്ചി നമുക്ക് പോകാൻ കയറി. ഞാൻ പറഞ്ഞു പോകണ്ട പോകണ്ട, എന്നെ കല്യാണം കാണാൻ അവിടെ ചെറുക്കൻ വരും, അതുകൊണ്ട് പോകണ്ട, നമുക്ക് പോകണ്ട, ഇവിടെ ഇനിയും ചാടാമെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ അതേ വടിയുമായിട്ട് വന്നു. എടി ആ ചേച്ചി നിന്നോട് പറഞ്ഞിട്ട് നീ എന്ത് ഇവിടെ വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വടിയുമായിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഒക്കെ ചെറുക്കനെ കാണിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവരും ഇങ്ങനെ വില പേശി അങ്ങ് കടന്നുപോയി. ആ സമയത്താണ് ഈ വാപ്പ ഇങ്ങനെ ഒരു കല്യാണം വേറെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് എന്നെ കാണിച്ചു കഴിഞ്ഞപ്പോ എന്നെ വാപ്പ ഇങ്ങനെ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഈ വ്യക്തി നിങ്ങളെ ഈ പെണ്ണിനെ കാണിച്ചിട്ട് കൊല്ലത്തിന് തിരുവനന്തപുരംകാരനാന്നാ പറഞ്ഞു, ഷാബി തിരുവനന്തപുരംകാരൻ. ഈ വ്യക്തി പോയി കഴിഞ്ഞ് ഇവൻ തന്നെ വന്നാൽ ഇവനെ വീട്ടിൽ കയറ്റിയേക്കരുത് കേട്ടോ എന്ന് എന്റെ ഉമ്മയോട് വാപ്പ പറഞ്ഞിട്ട് പോയി. എന്നാൽ പ്രിയ ദൈവദാസനെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ വ്യക്തി ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അന്നേരം എന്റെ ഉമ്മ ചോദിച്ചു എന്താ മോനെ വന്നത്? അപ്പൊ പറയുക, മാമി മാമി എന്നാ വിളിക്കുന്നേ, അമ്മായിയമ്മമാരെ മാമി എന്നാ വിളിക്കുക. മാമ പറഞ്ഞു അവിടുത്തെ പെണ്ണിനെ കെട്ടിച്ചു തരാം, നീ അവളെ കെട്ടണ്ട, മൂത്ത മോളെ കെട്ടണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ നേരാണോ എന്ന് എനിക്കറിയില്ല. കാരണം അന്ന് എനിക്ക് 18 വയസ്സേ ഉള്ളൂ. അപ്പൊ എന്റെ ആങ്ങളെയും കഴിഞ്ഞുള്ള പെണ്ണാണത്. അതിന് വലിയ പ്രായപൂർത്തിയൊന്നും ആയിട്ടുണ്ടോ എനിക്കറിയില്ല. എന്താണേലും അങ്ങനെ ആ വ്യക്തി പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഈ പെണ്ണിനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത ഇങ്ങോട്ട് വന്നതാണ്. എന്റെ ഉമ്മ അത് വിശ്വസിച്ച് അന്ന് തൊട്ട് ഞാൻ അമ്മ വീട് കാഞ്ഞാറ്റില് നിന്നാണ് പണിയാൻ പോവുകയും ഒക്കെ. ഈ വ്യക്തി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുക, കോളപ്പുറ നിൽക്കുക. അപ്പോ ആങ്ങളെയും ഇങ്ങോട്ട് ഉമ്മ ആങ്ങളെ വിളിച്ചു വരുത്തി. അപ്പൊ ആങ്ങളെയും ഈ വ്യക്തിയും ഉമ്മയും ഞങ്ങളുടെ കോളപ്പുറ വീട്ടിലും, ഞാൻ അമ്മ വീട്ടിലും. അപ്പൊ അമ്മയ്ക്ക് പണിയാൻ പോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആങ്ങള അവനൊന്നും കൊണ്ടുവന്ന് തേടിക്കൊണ്ട് വന്നതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. അവൻ കിട്ടിയാൽ പോലും അങ്ങനെ കുടുംബമൊന്നും നോക്കത്തില്ലാത്ത ഒരു സ്വഭാവമായിരുന്നു. അവൻ കൊണ്ടുവരുകയില്ല. അപ്പൊ ആഴ്ചയിൽ എൻ്റെ ഉമ്മ കാഞ്ഞാറിന് വരും. ഞാൻ കെട്ടുംപടി സാധനങ്ങൾ മേടിച്ചു കൊടുത്തുവിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളില് എന്റെ മാമാമാര് കൊല്ലത്തിന് കല്യാണം വിളിക്കാൻ, വിവാഹത്തിന് ക്ഷണിക്കാനായിട്ട് എന്റെ വാപ്പയെയും വാപ്പയുടെ വീട്ടുകാരെയും വിളിക്കുവാനായിട്ട് കടന്നുപോയി. വിവാഹം ഏറെക്കുറെ അടുത്തു വരുവാനിടയായി. അടുത്തു വന്നപ്പോ അന്നൊക്കെ ഈ അപകടത്തിന്റെ അനുഭവങ്ങൾ കേട്ട ശബ്ദം എന്നോട് സംസാരിക്കുവാനിടയായി. ചതിയാണ്, ഇത് ചതിയാണ്, ഇത് സമ്മതിക്കരുത്, അനുവദിക്കരുത്, ഇത് ചതിയാണ് എന്ന് പറയാം. ഈ സമയം ഞാൻ എൻ്റെ ഉമ്മ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പോ എന്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ജോസഫും ഈ വ്യക്തിയും ഭയങ്കര കൂട്ടുകാരനായി തീർന്നു. ഇവര് തമ്മിൽ ചൂണ്ടയിടാൻ പോകുക പതിവാണ്. അപ്പൊ വിവാഹം അടുത്തു വന്നപ്പോ എന്റെ ഹസ്ബൻഡായ ജോസഫിനോട് ഈ ഷാബി എന്നെ കല്യാണം പറഞ്ഞു വന്ന അന്നത്തെ വ്യക്തി പറഞ്ഞു, ചേട്ടാ ഞങ്ങളുടെ മാമിയോടൊന്ന് പറയണം, ആ പെണ്ണുമായിട്ടൊന്ന് മിണ്ടാനൊരു അവസരം തരണം. കാരണം ആ പെണ്ണ് കോങ്കണ്ണിയാണോ വിക്കുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഓർത്തോണ്ട് ഇരുന്നത് ഈ വ്യക്തിയായിട്ട് ഞാൻ അങ്ങനെ മിണ്ടുന്നുണ്ട്, അവരുടെ ജീവിതവും ഇതുപോലെ ഒരു കഷ്ടതയാണ്. കാരണം ആ വീട്ടിലെ മൂത്തതാണ് എന്റെ ഹസ്ബൻഡ്. 2 ആണും 2 പെണ്ണുമാണ്. അപ്പോ എന്റെ ഹസ്ബൻഡിന് അനിയൻ നേരത്തെ ഞങ്ങളെക്കാളും മൂത്തതായ മോനുണ്ട്. അനിയൻ കൊച്ചു പ്രായത്തിലേ പോയി വിവാഹം കഴിച്ച് ജീവിച്ചു. ഇപ്പൊ ഈ വ്യക്തി പെണ്ണുങ്ങളെയേ ഇഷ്ടമില്ല. കാരണം സ്വന്തം അമ്മ ഇട്ടിട്ട് ഉപേക്ഷിച്ചു പോയതാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ ഇതുപോലെ ചീത്ത സ്വഭാവക്കാരാണെന്നുള്ള ചിന്ത കാരണം ഈ വ്യക്തി വിവാഹം കഴിക്കാതെ നിൽക്കുക. അപ്പോ എന്നെ വിവാഹം കഴിക്കുവാൻ വന്ന വ്യക്തി ഷാബി ഈ വ്യക്തിയോട് പറഞ്ഞു, ഈ കുട്ടിയെ അപ്പൊ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും പണിയില്ലാത്ത സമയങ്ങളിൽ ഞാൻ വരും. വന്നാൽ അടുക്കള വഴി കയറിയിട്ട് ഒരു ചാക്ക് വാതിലിന്റെ അവിടെ വിരിച്ചിടും. ഇപ്പൊ ഈ കർട്ടൻ ഇട്ടിരിക്കുന്നത് പോലെ. ഈ പുരുഷന്മാരെ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ വ്യക്തിയോട് മിണ്ടത്തുമില്ല. കാര്യം വിവാഹത്തിന് ഇങ്ങനെ വന്ന് നിന്നു, അനുവദിച്ചു, സമ്മതിച്ചു എന്നുള്ളതല്ലാതെ ഈ വ്യക്തിയായിട്ട് വിവാഹം കഴിഞ്ഞല്ലാതെ ഒരു മിണ്ട് പോലും ചെയ്യലെന്നൊരു തീരുമാനമൊക്കെ എന്റെ ജീവിതത്തിലായതുകൊണ്ട് ഞാൻ മിണ്ടത്തൊന്നുമില്ല. അടുക്കള വഴി വന്നു, അടുക്കള കയറി എന്തെങ്കിലും ഉണ്ട് കഴിച്ച് അപ്പൊ തന്നെ ഞാൻ പോവുകയാണ് പതിവ്. അപ്പൊ എന്റെ ഹസ്ബൻഡായ ജോസഫ് ഓർത്ത് ഈ വ്യക്തിയായിട്ട് എന്ത് ചെയ്യുക, മിണ്ടുന്നൊക്കെ ഉണ്ടെന്നോർത്തു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കണം, എന്റെ ഉമ്മ മാമിയോട് പറയണം ആ പെണ്ണുമായിട്ടൊന്ന് മിണ്ടാനൊരവസരം. അപ്പോ ഈ വ്യക്തി അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയുവാനിടയായി. അപ്പോ അന്ന് ഈ വ്യക്തി എന്നോട് വിവാഹം കഴിഞ്ഞ ശേഷം പറയുക, നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്, നീ നല്ലൊരു പെണ്ണാണെന്ന് മനസ്സിലാക്കിയത് അന്നാണ്. അന്ന് തൊട്ട് ഞാൻ ഓർത്തു എനിക്ക് നിന്നെ വിവാഹം ചെയ്താൻ കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്തു എന്നാണ് പറഞ്ഞത് വിവാഹം കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഈ വിവാഹം അടുത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ മാമാമാരോട് പറഞ്ഞു, എനിക്ക് വേണ്ട,
വേണമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ട് മതിയെന്ന് ഞാൻ പറയുന്നു. ഞാൻ പ്രിയ ദേവദാസനെ, ഇന്ന് നമുക്കറിയാം ഈ എന്റെ മോള് ഇപ്പൊ ടീച്ചറാണ് കൊല്ലത്ത്. അവിടുന്ന് തിരുവനന്തപുരത്തിന് പോകണമെങ്കിൽ കുറെ ദൂരമുണ്ട്. ആ സമയത്ത് ഈ കാഞ്ഞാറ് ഇടുക്കി ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ എത്ര രൂപ വേണം? പക്ഷെ എനിക്കിത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട്, പല അപകടത്തിൽ നിന്ന് ഈ ശബ്ദം എന്നെ വിടുവിച്ചിട്ടുള്ളത് കൊണ്ട്, ഇത് ദൈവശബ്ദമാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട്, ഇത് ഇത് നോയല്ല, ഇത് എസ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അപ്പൊ ഞാൻ മാമാമാർക്ക് ഞാൻ പണിത് കൂലിപ്പണി ചെയ്ത പൈസ കൊടുത്ത് രണ്ടുപേരെയും തിരുവനന്തപുരത്ത് അന്വേഷിക്കുവാനായി വിട്ടു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത്, എന്റെ മാമ തിരുവനന്തപുരത്ത് അറബി കോളേജിൽ അതിനു മുൻപ് കുറെ വർഷങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇളയ മാമ ഉസ്താദാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ കടന്നു ചെന്ന്, ഈ ചെറുക്കനെ ആയിട്ടാണ് പോകുന്നത്, ഷാബി ആയിട്ടാണ് കടന്നു ചെല്ലുന്നത്. ചെല്ലുമ്പോൾ ഒരു വെല്ലുമ്മാനെ കണ്ടു. ആ വെല്ലുമ്മ എന്റെ മാമ നേരത്തെ അവിടെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അറിയുന്നത് കൊണ്ട്, എന്താ ഉസ്താദ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോ ഈ എന്റെ മാമ പറഞ്ഞു, എന്റെ പെങ്ങടെ മോക്കൊരു വിവാഹം, ഇതാണ് ചെറുക്കൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഉമ്മ പറയുകയാ, അയ്യോ ഇത് എന്റെ ചേട്ടത്തിയുടെ മോനല്ലേ, ഇവൻ പെണ്ണ് കെട്ടി ഒരു കൊച്ചുണ്ട് എന്ന് പറയുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിനായ സ്തോത്രം. അങ്ങനെ അവിടെ നിന്ന് ആ വ്യക്തി മുങ്ങുവാനിടയായി. എന്റെ മാമാമാര് വന്നിട്ട് പറഞ്ഞു. പിന്നെ ഇതും കൂടെ അവര് പറഞ്ഞു, ഇവളുടെ ഈ കൊണ്ടുവന്ന വ്യക്തിയുടെ വാപ്പ ഭയങ്കര കൊള്ളക്കാരനായിരുന്നു, ഇവനെ സൂക്ഷിക്കുക സൂക്ഷിക്കുക എന്ന് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മോളെ, ഇവൻ ഇങ്ങനെ പെണ്ണ് കെട്ടിയതായിരുന്നു. മക്കളെ, നീ പറഞ്ഞു വിട്ടത് നന്നായി മോനെ. അതുകൊണ്ട് ഇനി നിനക്ക് വിവാഹത്തിന് മുമ്പേ കാര്യം അറിഞ്ഞത് കൊണ്ട് നീ രക്ഷപ്പെട്ടു മക്കളെ എന്ന് പറയുവാനിടയായി. ആ സമയങ്ങളിൽ ഒരു ദിവസം ഞാൻ പണി കഴിഞ്ഞ് പിന്നെയും ഞാൻ കോളപ്ര എന്റെ വീട്ടിലോട്ട് വന്നു. പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഒരു ദിവസം ഞാൻ പണിത് കഴിഞ്ഞ് വന്നപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, മോനെ, അടുത്തുള്ള ഈ ജോസഫ് എന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന വ്യക്തി, അന്ന് അവരുടെ പെങ്ങന്മാര് വിളിക്കുന്നത് കൊച്ചേട്ടായി കുഞ്ഞേട്ടായി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാനും കൊച്ചേട്ടായി എന്നാ വിളിക്കുക. ഞാൻ മിണ്ടാറില്ല. എനിക്ക് ഈ മദ്യപാനികളെ ഇഷ്ടമില്ല, വീടി വലിക്കുന്നവരെ ഇഷ്ടമില്ല. ഞാൻ എന്നും അന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണെന്നറിയാമോ? അത് നേരത്തെ പറയാൻ പോയപ്പോ അത് വിട്ടുപോയി. എന്നാ ഇപ്പോൾ ഞാൻ ഓർപ്പിക്കാം. എന്നും എനിക്കറിയാം, കാണുന്ന ഒരു കണ്ണ് ദൈവമുണ്ടെന്നറിഞ്ഞ് എല്ലാ രാത്രിയിലും കിടക്കാൻ നേരത്തെ ഒരു സെക്കൻഡ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇങ്ങനെ പറയുന്നേ, അള്ളാഹുവേ, എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് പുരുഷന്മാരെ ഇഷ്ടമില്ലപ്പാ അള്ളാഹുവേ, അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ട. അഥവാ വന്നാൽ, എനിക്ക് വിവാഹം വന്നാൽ, എന്നെ വിവാഹം ചെയ്യുന്ന വ്യക്തി മദ്യപിക്കരുത്, കഞ്ചാവ് വലിക്കരുത്, ചീട്ട് കളിക്കരുത്. കാരണം എന്റെ വാപ്പ ചീട്ട് കളിക്കാരനാണല്ലോ. ചീട്ട് കളിക്കരുത്. അതുപോലെ തന്നെ എന്നെ വിവാഹം ചെയ്ത വ്യക്തിക്ക് എന്നിൽ നിന്ന് രണ്ട് കുട്ടികൾ ഉണ്ടായാൽ അവർക്ക് മാത്രം പപ്പയായിരിക്കണം, അഥവാ അപ്പനായിരിക്കണം. കാരണം ഞങ്ങളുടെ വാപ്പയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നീ തരുന്നെങ്കിൽ എനിക്ക് വിവാഹം മതി. ഇല്ലെങ്കിൽ ഞാൻ എന്നും പണി ചെയ്ത് ഇങ്ങനെ എന്റെ കുടുംബം പോയിട്ട് ജീവിച്ചു കൊള്ളാം എന്ന് എല്ലാ രാത്രിയിലും കിടക്കാൻ നേരത്ത് ഒരു കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അപ്പോ ഞാൻ അന്ന് പണി കഴിഞ്ഞു വന്നപ്പോ എന്റെ ഉമ്മ പറയാം, മോനെ, ഈ കൊച്ചേട്ടായിയുടെ വകയിലുള്ള ഒരു ചാച്ചിയാണ് എലിച്ചാച്ചി എന്ന് പറഞ്ഞു. ആ ചേച്ചി ഇവിടെ വന്ന് കൊച്ചേട്ടായിക്ക് വേണ്ടി നിന്നെ വിവാഹത്തിന് വേണ്ടി ചോദിച്ചു. ഞാനങ്ങ് സ്തംഭിച്ചു പോയി. ഞാൻ പറഞ്ഞ, അമ്മ എന്തായി പറയുക? ഇതെന്താ? ആ വ്യക്തി മുഴുവൻ കഞ്ചാവിനും ചാരായത്തിനും അടിമ, എത്ര കേസുള്ള വ്യക്തി, ഈ വ്യക്തിയെ ഞാൻ വിവാഹം ചെയ്യത്തില്ലുമ്മ എന്ന് പറയുമ്പോ ഉമ്മ പറഞ്ഞു, മക്കളെ, അവൻ അപ്പനും അമ്മയും ഇല്ലാത്തത് കൊണ്ടുള്ള വേദന കൊണ്ടാ മക്കളെ അവൻ മദ്യപിക്കുന്നത്. ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ഞാന് മുസ്ലിമായി വിവാഹം ചെയ്തോളാം, എനിക്ക് സ്ത്രീധനം ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ കൂടെ എന്നിട്ട് താമസിക്കാം, ഞാൻ മുസ്ലിം ആയിക്കോളാം, എനിക്ക് ഒരു രൂപ പോലും നിങ്ങൾ സ്ത്രീധനം തരേണ്ടെന്ന് പറഞ്ഞു മക്കളെ എന്ന് പറഞ്ഞു. അപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവദാസനെ, വിവാഹം വന്നതെല്ലാം വിലപേശി ലേലം വിളിച്ച പോലെ എന്നെ പറഞ്ഞ് എല്ലാവരും പോയല്ലോ. അപ്പൊ ഈ വ്യക്തി അന്യ ഒരു ജാതിയിലാണ് എങ്കിൽ പോലും ആ വ്യക്തി തന്റെ മതവും വിട്ട്, തന്റെ ജാതിയൊക്കെ വിട്ട്, താന് രണ്ട് പെങ്ങന്മാരുണ്ട്. അതിൽ മൂത്ത പെങ്ങൾക്ക് മുസ്ലിങ്ങളെ ഇഷ്ടമില്ല. അപ്പോ അതിനെ കത്തോലിക്ക പള്ളി ചേർന്നവരാണ് ഇവര്. അതിനെ വിവാഹം ചെയ്ത് വിട്ടിട്ട് ഇളയ പെങ്ങൾ എന്റെ അനീതിയായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അവളും മുസ്ലിം ആയിക്കോളാം, ഈ ആങ്ങളെയും, ഇവർ രണ്ടുപേരും മുസ്ലിം ആകാമെന്നൊക്കെ ഇവര് പറഞ്ഞു. അങ്ങനെ എന്റെ ഉമ്മ അത് കേട്ടിട്ട്, അപ്പൊ ഞാൻ സമ്മതിച്ചു. ഞാനൊന്ന് ചിന്തിച്ചു. കാരണം ഈ മുസ്ലിമിന്റെ അനുഭവം മതം നോക്കി ഭയങ്കരമായിട്ട് നിന്നെങ്കിലും മുസ്ലിമിലേക്ക് ആകുകയാണല്ലോ, മതം പോകുന്നില്ലല്ലോ, മതം വിട്ടുമാറേണ്ട കാര്യം എനിക്ക് വരുന്നില്ലല്ലോ, മതത്തിൽ തന്നെ നിൽക്കാമല്ലോ, ഈ വ്യക്തി മുസ്ലിമിലേക്ക് ആകും, അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന്. പിന്നെ ഞാനൊന്ന് ഒരു ഡീറ്റെയിൽസ് പറയാറുണ്ടായിരുന്നു.
എനിക്ക് വിവാഹം വരുന്ന വ്യക്തി എന്നേക്കാൾ പൊക്കമുള്ള, എനിക്ക് നല്ല ഹൈറ്റ്, ആവശ്യത്തിന് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എന്നെ വിവാഹം ചെയ്യാൻ വരുന്ന വ്യക്തി എന്നേക്കാൾ അല്പമെങ്കിലും ഹൈറ്റ് ഉള്ള ആളായിരിക്കണം, എങ്കിലേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കൂ. ഈ വ്യക്തിയാണ് എന്നേക്കാൾ അല്പം കൂടെ ഹൈറ്റ് ഉള്ള ആളാണ്. അപ്പൊ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഉമ്മ വീട്ടിൽ ചെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ മാമ പറഞ്ഞു, ഞങ്ങളുടെ ഇസ്ലാമിക അനുഭവത്തിൽ ഞങ്ങളുടെ കാഞ്ഞാറുകരയില് ആട്ടിൻകൂട്ടിൽ എന്ന് പറഞ്ഞ ഒരു വീട്ടുകാരുണ്ട്. അവരുടെ ഒരു ഉസ്താദിന്റെ മകള് വരെയും പോയിട്ട് ഇങ്ങനെ വേറെ ജാതിയുടെ കൂടെ പോയി ഒക്കെ ചെയ്തു. പിന്നെ പലരെയും പലരെയും ഇസ്ലാമിലേക്ക് ചേർത്ത് അവരവരുടെ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുത്തിട്ട് ഒത്തിരി പേര് അങ്ങനെ ഇസ്ലാമിലേക്ക് ചേർന്ന് വിവാഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മാമ പറഞ്ഞു, ഈ ജാതി വിളിച്ചു തന്നെ പറഞ്ഞു, അങ്ങനെയുള്ളവൻ അത് തന്നെയല്ലേ ആള് എന്ന്. എന്റെ ഉമ്മ അത് അതേപടി ഈ വ്യക്തിയോട് വന്ന് പറഞ്ഞു. അപ്പോ ഈ വ്യക്തി എന്റെ ഉമ്മയോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ കൂടെ ഞാൻ മുസ്ലിമിലേക്ക് വരത്തില്ല. കാരണം നിങ്ങളുടെ കൂടെ വന്ന് ഞാൻ നിങ്ങളുടെ മോളെ ഒരു സ്ത്രീധനം ഇല്ലാതെ കെട്ടാമെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ ആങ്ങളെ ഇങ്ങനെയല്ലേ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എന്തില്ല, വരത്തില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വിവാഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ കണ്ടാ മിണ്ടത്തില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ ബാത്റൂമിൽ പോകാൻ പോലെ ഈ കാട്ടിൽ പോകുമ്പോഴൊക്കെ ഈ ആറ്റില് ഈ വ്യക്തിയും തടിപ്പണിയാണ്, തടി ചുവടെ വെട്ടിച്ചെത്തുന്ന പണിയാണ് ആൾക്ക്. അപ്പൊ ഈ ആള് പലപ്പോഴും ഞാനിങ്ങനെ ആറ്റിൽ ചെന്ന് നോക്കുമ്പോ ഈ വ്യക്തി കുളിക്കണ കാണാം. കുളിച്ചേ പോളൂ രാവിലെയും വൈകിട്ടും ഒക്കെ. അപ്പൊ കുടിയനാണെങ്കിലും അപ്പൊ ഞാൻ അടുത്ത കടവിലേക്ക് പോകും മിണ്ടാതെ. അങ്ങനെ ഞങ്ങൾ അന്ന് വരെയൊന്നും മിണ്ടിയിട്ടോ ഒന്നുമില്ല. കാരണം ഈ വ്യക്തി എപ്പോ വന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നാലും ഇങ്ങനെയും കൂടെ ഒരു ഭാഷ പറയുമായിരുന്നു. ഞാനത് എപ്പോഴും തന്നെ ഇപ്പോഴും ഓർപ്പിക്കാറുണ്ട്. തുലുക്കനെ നമ്പിനാൽ അവൻ ഊമ്പിനാലിനാ. നിങ്ങൾ തുലുക്കന്മാര് മനുഷ്യരെ പറ്റിക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞ് തുലുക്കന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുറ്റത്ത് തിണ്ണെ വന്ന് മുറുക്കുകയും ചെയ്യും. എപ്പോഴും എൻ്റെ ഉമ്മയോട് ഇങ്ങനെ പറയും. ഉമ്മ ചിരിച്ചു തള്ളും. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വെറുപ്പായിരുന്നു. ഈ വ്യക്തി ഇങ്ങനെ പറയുന്നല്ലോ ജാതി കുത്തി എന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ പിന്നീട് മുസ്ലിം ആകുന്ന അനുഭവത്തിൽ ഞാൻ ഓർത്തപ്പോ അതൊക്കെ മറന്നു കളഞ്ഞു. അങ്ങനെ ഇരുന്ന് ഇയാൾ മുസ്ലിമായി കെട്ടാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ എന്റെ വാപ്പ രണ്ടാമതൊരാളെ വിവാഹം കൊണ്ടുവരുവാനിടയായി. ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് ഈ സ്വന്തം വീട്ടിൽ നിന്ന് 15,000 രൂപ കിട്ടാനുണ്ടായിരുന്നതാണ് എന്റെ വാപ്പ പറഞ്ഞുള്ള അറിവ് എനിക്ക്. ആ ആ കാശ് സ്വന്തം പോക്കറ്റിൽ ഇടാൻ വേണ്ടി ആണെന്നാണ് എന്റെ വിചാരം. എന്റെ വിചാരം ശരിയാകാം തെറ്റാകാം എനിക്കറിയില്ല. അത് ദൈവം തെറ്റാണെങ്കിൽ ക്ഷമിക്കട്ടെ. എന്റെ ഉള്ളിലെ വിചാരം അങ്ങനെയാ. ഈ സ്വന്തം പൈസ, ഈ പൈസ എന്റെ മാമാമാരി എന്ന അവരുടെ കയ്യിൽ കൊടുക്കണ്ടേ. അപ്പൊ അത് വേറെ സ്ത്രീധനമായിട്ട് പോകുമല്ലോ. അപ്പൊ ഇത് സ്വന്തമായിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് ഈ മോളെ ഏൽപ്പിച്ചു കൊടുത്താൽ ജീവിക്കുവോ ജീവിക്കാതിരിക്കുവോ എന്തോ ആവട്ടെ, ആ പൈസ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് എടുക്കാമല്ലോ. ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 37 വർഷം കഴിഞ്ഞു. ഈ 37 വർഷത്തിന് മുൻപില് 15,000 രൂപയ്ക്ക് നല്ല വിലയുണ്ട് അല്ലെ. അപ്പൊ ആ കാശ് എന്ത് ചെയ്യാം, സ്വന്തം പോക്കറ്റിൽ ഇടാമെന്ന് ഓർത്തായിരിക്കുമെന്ന് ഞാൻ ഓർക്കുന്നു. രണ്ടാമത് കൊണ്ടുവന്ന വ്യക്തിയെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നെക്കാൾ കളറുണ്ട്, നല്ല വെളുത്ത ആളാ. പക്ഷെ എന്നെക്കാൾ നല്ല പ്രായമുള്ള ആള്. ആ വ്യക്തിയുടെ കണ്ണ് രണ്ടും ഉപ്പനെ കൂട്ട് ചുമന്നിരിക്കുന്ന കണ്ണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാള് മദ്യപാനിയാണ്. എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അങ്ങനെ വന്നപ്പോ ഈ ഒരു ദിവസം എന്റെ ഉമ്മയും മാപ്പയും കൂടെ കാഞ്ഞാറിന്റെ ദേശത്ത് കടന്നു പോയപ്പോ ഈ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി കയറി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിസ എന്നാണ് എന്നെ അന്ന് വിളിച്ചിരുന്നത്. താജ് നിസ എന്നുള്ള നിസ എന്നാണ് വിളിച്ചത്, എന്റെ ഓർമ്മയിലിരിക്കുന്നത്. നിസ, ഞാൻ എന്റെ ജീവിതത്തിൽ പെണ്ണുങ്ങളെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പെണ്ണുങ്ങളെ വെറുപ്പായിരുന്നു. പക്ഷേ ഞാൻ ഇയാളെ നല്ല സ്നേഹിച്ചു പോയി. ഞാൻ അതുകൊണ്ടാണ് സ്ത്രീധനവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജാതി പോലും മാറാൻ ആഗ്രഹിച്ചത്. ആ സമയത്ത് നിങ്ങളുടെ ഉമ്മ എന്ത് ചെയ്തു, പോയി നിങ്ങളുടെ മാമയോട് പറഞ്ഞപ്പം മാമ ഇങ്ങനെ പറഞ്ഞു. അല്ല, അത് ഈ രണ്ടാമത്തെ വിവാഹം വരുന്നതിന് മുൻപുള്ള കാര്യം. പാപ്പ കൊണ്ടുവന്നതിന് മുമ്പാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞത് എന്റെ ഓർമ്മയില്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ നിങ്ങളുടെ ജാതിയിലേക്ക് ചേരത്തില്ല. ഇയാൾ എന്ത് ചെയ്യാ, ഞങ്ങളുടെ ജാതിയിലേക്ക് വന്നാൽ ഞാൻ മരിക്കും വരെ നോക്കിക്കൊള്ളാം, ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കൊച്ചേട്ടായി, ഒരിക്കലും അതില്ല. നമ്മൾ സ്നേഹിച്ചിട്ടോ വർക്കിട്ടോ ഒന്നുമില്ലല്ലോ, നമ്മൾ മിണ്ടിയിട്ട് പോലുമില്ല. ആദ്യമായിട്ട് മിണ്ടുന്ന വിവാഹം ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. പക്ഷേ ഇന്ന് ഞാൻ മുസ്ലിമും കൊച്ചേട്ടായി ക്രിസ്ത്യനുമാണ്. അതുകൊണ്ട് കൊച്ചേട്ടായിക്ക് വേറെ പെണ്ണിനെ കിട്ടും, എനിക്ക് വേറെ. എന്റെ മതം വിട്ട് ഞാൻ എന്റെ ഉമ്മയും വാപ്പയെ വിട്ട് വരത്തില്ല. നിങ്ങൾക്ക് ഒരമ്മ പോലും ഇല്ല. എനിക്ക് പ്രസവ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വരും. നമ്മൾ അതൊക്കെ ചിന്തിച്ചു വേണം ജീവിതം തിരഞ്ഞെടുക്കുവാൻ. അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചോദിച്ചതല്ലേ ഉള്ളൂ,
വരത്തില്ലെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ വരികയില്ലായിരുന്നു, മുറുക്കാനൊന്നും ഈ വ്യക്തി വരത്തില്ല. അങ്ങനെ ഇരിക്കുന്ന കാലയളവിലാണ് എൻ്റെ വാപ്പ രണ്ടാമത് ഈ വ്യക്തിയെ കൊണ്ടുവരുന്നത്. രണ്ടാമത് ഈ വ്യക്തിയെ കൊണ്ടുവന്നപ്പോ എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, ഈ വ്യക്തിയെ വിവാഹം ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ വിവാഹം ചെയ്യില്ല. ഈ വ്യക്തിയെ കാണുമ്പോഴേ എനിക്കറിയാം ഈ വ്യക്തി ഒരു മദ്യപാനിയാണ്, എന്നേക്കാൾ ഏറെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വേണ്ട, ഞാൻ എന്നും പണി ചെയ്ത് ജീവിച്ചുകൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന് സമ്മതിച്ചില്ല. സമ്മതിക്കാതിരുന്നപ്പോ ഒരു ദിവസം ഒരു സന്ധ്യയുടെ യാമമാണെന്ന് എനിക്ക് ഓർക്കുന്ന എൻ്റെ ഓർമ്മയിൽ എന്നെ എൻ്റെ വാപ്പ അടിക്കാൻ തുടങ്ങി. എന്നെ അങ്ങോട്ട് ഭയങ്കര കണ്ടമാനം അടിയാണ്. എന്നെ അടിച്ചിട്ട് എൻ്റെ ആങ്ങളയോട് പറഞ്ഞു, എടാ ഇവളുടെ കൈ പുറകോട്ട് വെച്ച് കെട്ടാൻ പറഞ്ഞു. അപ്പൊ ആങ്ങള പറഞ്ഞു, ഇല്ല ഞാൻ കെട്ടത്തില്ലേ എന്ന് പറഞ്ഞ ആളെ കരഞ്ഞു. അടിയെല്ലാം ഞാൻ കൊണ്ടിട്ട് മിണ്ടിയില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഒരു 4 സെന്റ് ഒരു ഞങ്ങളുടെ മിറ്റത്തിന്റെ തൊട്ടപ്പുറയാണ് ഈ ജോസഫ് ആയിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ആയിരിക്കുന്ന വ്യക്തിയുടെ വീട്. ഈ കൊച്ചേട്ടായി നിന്ന് വിളിക്കുന്ന വ്യക്തിയുടെ വീട് ഒരു മിറ്റം അകലേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ കാർച്ച കേട്ടാൽ ഈ വ്യക്തി എപ്പോഴും കടാര എളിയി തിരികെയാണ് നടക്കുക. ഒച്ച കേട്ടാല് ഈ വ്യക്തി വന്ന് എൻ്റെ വാപ്പയെ കൊല്ലും. അതുകൊണ്ട് ഞാന് മിണ്ടാതെ അടിയെല്ലാം കൊണ്ടു. പക്ഷെ ലാസ്റ്റ് എൻ്റെ ആങ്ങളയോട് ഇങ്ങനെ കൈ കെട്ടാനായിട്ട് എൻ്റെ വാപ്പ പറഞ്ഞപ്പോൾ ഞാൻ കാറിപ്പോയി. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക, അല്ലെ എന്നെ കൊന്നു കളഞ്ഞേരെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാറി എൻ്റെ ശബ്ദം കേട്ടപ്പോ ഈ വ്യക്തി കുടിച്ചിട്ട് പൂസായിട്ട് നിൽക്കുകയായിരുന്നു. ഈ വ്യക്തി അവരുടെ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമായി. അവരുടെ ഭിത്തിക്കിട്ടെല്ലാം ഇടിച്ച് ഞങ്ങളുടെ മിറ്റത്തോട്ട് വന്നിട്ട്, കൊല്ലംകാരാ നിന്നെ കൊല്ലുകടാ എന്നൊക്കെ പറഞ്ഞ് കടാരയൊക്കെ കാട്ടി ആകമാനം ബഹളമായി. ഭയങ്കര വഴക്കായി ഞങ്ങളുടെ വീട്ടില്. എന്നിട്ട് എൻ്റെ ഉമ്മയും വാപ്പ എന്തോ പയ്യെ കുശുശെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് കാഞ്ഞാറിന്റെ ദേശത്തേക്ക് കടന്നുപോയി. കാഞ്ഞാറിൽ കടന്നു പോയപ്പം അത് പിറ്റേ ദിവസമായി. അത് തന്നെ അതൊരു സന്ധ്യക്കാണ് നടന്നത്. പിറ്റേ ദിവസം ഇവര് രണ്ടുപേരും കൂടെ കാഞ്ഞാറിന് പോയി. കാഞ്ഞാറിന് പോയപ്പോൾ ഈ വ്യക്തി പിന്നെയും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിസ, ഞാൻ ഇയാളെ സ്നേഹിച്ചു കേട്ടോ. ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കാത്ത വ്യക്തിയായിരുന്നു. ഇയാൾ എൻ്റെ കൂടെ ഇറങ്ങി വരണം. ഇയാൾക്ക് വേണമെങ്കിൽ കൊല്ലത്ത് ചെന്നാൽ നിങ്ങളുടെ വാപ്പ സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കും, വേറെ വിവാഹം നടക്കും. പക്ഷേ ഞാൻ എന്നെ വിട്ടുപോയാൽ, എനിക്ക് വിവാഹം ചെയ്യാൻ നിസ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നിലെ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഭ്രാന്തനായി തീരും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞത് പെങ്ങന്മാരെയാണ്. 2 പെങ്ങന്മാരെ പറഞ്ഞു. ദൈവദാസനെ, ഇതെനിക്ക് ഭയങ്കര വേദനയായി തീരുവാനിടയായി. ഈ അന്ന് കഴിഞ്ഞ കടാരയും കൊണ്ടാ വന്നെ, കത്തി എൻ്റെ കഴുത്തിൽ വെച്ചിട്ടാണ് ആള് പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും പേടിയില്ല. എനിക്കിതിന്റെ ഇടയിൽ മരിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ്. ആ കടാര എന്നെ അങ്ങ് കുത്തുകയാണെങ്കിൽ അതെനിക്ക് ഏറ്റവും സന്തോഷമാണ്. എന്നിട്ട് കൊച്ചേട്ടായി ഇറങ്ങിപ്പോക്കോ, ആരും അറിയത്തില്ല ഉമ്മയും ബാപ്പയും വരുമ്പോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിന് മറുപടി വേറൊന്നും പറഞ്ഞുമില്ല. അപ്പോ പിന്നീട് ഇവര് അങ്ങ് പോയി, കാഞ്ഞാറിന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ പോലീസ് ഞങ്ങളുടെ തിണ്ണയിൽ എന്നെ അടിച്ചടിച്ചടിച്ചായിട്ട്, തലേന്ന് എന്നെ ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നു. ഞാനെന്ന് പാവാടയും ബ്ലൗസും ഹാഫ് സാരിയാണ് ചുറ്റുന്നത്. അതൊക്കെ എന്നെ ചുറ്റിപ്പിച്ച് ബലമായിട്ട് വാപ്പ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ ഇറങ്ങത്തില്ല. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി കുത്തും, എന്റെ വാപ്പയും തീരും, ഇയാളും തീരും, എല്ലാം കൂടെ ആകെ രക്തം ഇതാവും. മാത്രമല്ല ദൈവദാസനെ, വേറൊന്ന് ഞാൻ പറയാം. ഈ മുസ്ലിങ്ങളെല്ലാം വന്ന് വിവാഹം പറഞ്ഞിട്ട് ആരും എന്നെ സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാതിരുന്നപ്പോ ഈ ഒരു വ്യക്തി മുസ്ലിം ആകുകയും ചെയ്യാം, എനിക്ക് സ്ത്രീധനവും വേണ്ട എന്ന് പറഞ്ഞ് വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളില് ഈ വ്യക്തിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. പക്ഷെ ഞങ്ങൾ മിണ്ടത്തൊന്നുമില്ല. എന്ത് പറഞ്ഞു, എന്റെ ജീവിതത്തില് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഈ വ്യക്തിയെ ഒത്തിരി എനിക്ക് ഇഷ്ടമാകുവാനിടയായി തീർന്നു. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസ്ഥയില് ഞാൻ ഇങ്ങനെ അടിയൊക്കെ തന്ന് ഉമ്മയും ബാപ്പയും കിടക്കുമ്പോ ഞാന് ഈ പോലീസുകാർ വന്നു. പോലീസുകാർ വന്നപ്പോ എന്റെ സ്വന്തം മാമാമാര് കൊല്ലത്ത് വിവാഹം എന്റെ വിളിക്കാനായിട്ട് ക്ഷണിക്കാൻ കടന്നു പോയിരിക്കുക വാപ്പയുടെ വീട്ടില് ഒക്കെ. അങ്ങനെ പോയിട്ട് പൈസയൊക്കെ മേടിച്ചുകൊണ്ട് വരാനായിട്ട് പോകുമ്പോ വകയിലുള്ള മാമാമാര്, ഈ വള്ളംമുങ്ങി എന്ന് പറയുന്ന ഒരു വീട്ടുകാരുണ്ട് കാഞ്ഞാറ്റില്. അതിന്റെ എന്റെ ഉമ്മയുടെ ഒരു ഏതാണ്ട് അകന്ന ഒരു ബന്ധത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതിലൊരു മാമ വന്നു. അപ്പൊ ഞാൻ പോലീസുകാരോട് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു. അപ്പൊ SI 2 പോലീസുകാരുമായിട്ട് പറഞ്ഞു, ഒരാൾ അവിടെ പോണം, ഒരാൾ ഇവിടെ പോണം, 5 മിനിറ്റിനുള്ളിൽ അവനെ പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, സാറേ, ആ മനുഷ്യൻ നിരപരാധിയായെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. അപ്പൊ എന്റെ മാമ പറഞ്ഞു, ഈ നോവലിലൊക്കെ വായിച്ചിട്ടുള്ള പോലെ എന്റെ വാ പൊത്തിയിട്ട് പറഞ്ഞു, സാറേ മെന്റലാണ്, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടി, മെന്റലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, എനിക്കൊരു മെന്റലും ഇല്ല, എന്റെ കൈയെല്ലാം ഇതാ, എന്റെ വാപ്പയെ അടിച്ചടിച്ച് എന്നെ ഇന്നലെ
ഇട്ടിരിക്കുന്ന അനുഭവമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ SIക്ക് ദൈവം ഇടപെടുവാൻ തുടങ്ങി. അയാൾ ആ പോലീസുകാരോട് പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ച് എന്താന്ന് ചോദിച്ചു. ഞാനിങ്ങനെ സത്യം പറഞ്ഞു. അപ്പോ ഞങ്ങളുടെ വീട്ടുകാർ കേസ് കൊടുത്തിട്ട് സർക്കിൾ സഹിതം സംഭവ സ്ഥലത്ത് വന്നതാണത്. ഞാൻ അറിഞ്ഞില്ല. ഈ പോലീസ് SIയും 2 പോലീസുകാരും ഉള്ളെന്നാണ് ഞാൻ ഓർത്തത്. അപ്പൊ എന്നോട് SI എല്ലാ കാര്യം ചോദിച്ചപ്പോ ഞാൻ എല്ലാം തത്ത പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ പറയുവാനിടയായി. പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു മേളിൽ ഏമാൻ വന്നിട്ടുണ്ട്. എന്നാ മോള് ചെന്ന് ഏമാനോട് പറ എന്ന് പറഞ്ഞു. അപ്പോ ഞാന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ അങ്ങനെ പോകുക പറയാൻ വേണ്ടി. പറയണമെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് പറയാൻ പോകുമ്പോ അവിടെ ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോ. ഈ പോലീസ് വന്ന ആ സമയത്ത് ഈ വീട്ടുകാരെന്ത് ചെയ്തെന്ന് പറഞ്ഞാ ഈ പോലീസുകാർ വന്ന വണ്ടിയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്നെയും കൊണ്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാൻ പോലെ അങ്ങോട്ട് കടന്നുപോയി. അങ്ങനെ കടന്നുപോയി എന്റെ അമ്മ വീട്ടിൽ എന്നെ കൊണ്ടുചെന്ന് പൂട്ടിയിടുവാനിടയായി. അവിടുത്തെ വീട് അന്ന് ഞങ്ങളുടെ ചള്ള് പെരയായിരുന്നു. തെങ്ങോലയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി, ഓലക്കൊക്കെ പോയി. ഞങ്ങൾ അന്നൊക്കെ ഓലക്കൊക്കെ പോകുമ്പം തിരുനാസനെ ക്ലോക്കില്ല, വാച്ചില്ല. ഈ ഓല പെര കെട്ടുന്ന വരെയാണ്. ആ തെങ്ങോലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞെറുമ്പഴ ആ ഭാഗങ്ങളിലൂടെ എല്ലാം വെളുക്കുമ്പോഴേ പോകും. ചിലപ്പോൾ രാത്രിയൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു സൈസ് നട്ടുകരയുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം സമയം അറിയാൻ പാടില്ലാതെ പലപ്പോഴും ഈ പെര നനഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റിരുന്നതൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഉറങ്ങാൻ കിടക്കാൻ പറ്റാത്ത അവസ്ഥകള്. അപ്പൊ ആ പെര പണിയാൻ വേണ്ടിയിട്ട് ഈ സമയം എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന സമയം അത് പണിയാൻ വേണ്ടിയിട്ട് ഒളിച്ചിട്ടിരിക്കുകയും വേറൊരു വീട് അടുത്തുള്ളത് കഥകൊക്കെ ഉള്ളത് ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ആ വീട്ടിലേക്കാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നോട് സാർ ഇങ്ങനെ സർക്കിൾ ചോദിച്ചു, മോളെ നിനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്നെ ഇന്നലെ ഇതുപോലെ വാപ്പ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ നിങ്ങള് ഇന്ന് വീട്ടിലേക്ക് പൊക്കോ, നാളെ ഈ കേസ് 10 മണിയാകുമ്പം തീർക്കാം, നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. എന്നിട്ട് എന്റെ വാപ്പയോട് ഇങ്ങനെ പറഞ്ഞു, സർക്കിൾ ആണെന്ന് തോന്നുന്നു, അത് SI ആണ്, ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇനി ഈ കുട്ടീനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേർക്ക് ഞാൻ കേസെടുക്കും. പ്രായപൂർത്തിയായ കുട്ടികളെ അടിക്കാൻ പാടില്ല, നിങ്ങളുടെ പേർക്ക് കേസെടുക്കും, തൊട്ടുപോയേക്കരുത് മോളുടെ മേല് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ വീട്ടിലേക്ക് വിടുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്ന് തന്നെ ഇവര് കതകില് പൂട്ടിയിട്ടു. രാത്രിയായപ്പോ പള്ളിക്കാരെല്ലാം വരവ് തുടങ്ങി. സർവ്വ പള്ളിക്കാരും വന്ന് അവിടെ ഒരു ഹാജിയാര് മാവു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ കുറെ മുകളിൽ ഭാഗത്ത്. അവരെല്ലാം ഇങ്ങനെ പള്ളിക്കാർ വന്ന് എന്നെ ഉപദേശിക്കുമ്പോൾ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഇതിനുള്ളില് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തലേ രാത്രി എന്റെ വാപ്പ എന്നെ ഒത്തിരി കൊല്ലത്തിന് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. മോളെ നമ്മളെ നീങ്ങു പോരെ, കേസ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് പോകാൻ, രാത്രിയാകുമ്പോ ഇവൻ അറിയത്തില്ല, ഇവൻ അല്ലെങ്കിൽ പകലിറങ്ങിയ ബഹളം വെക്കും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്താൽ നമുക്ക് രാത്രി വീട്ടിലേക്ക് പോകാം, ഒന്നിലെ കാഞ്ഞാറ് വീട്ടിൽ പോകാം, കൊല്ലം വീട്ടിലൊക്കെ പോകാനൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി കഴിഞ്ഞ രാത്രി അടിച്ച രാത്രിയിലൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങിയില്ല, പോയില്ല. അങ്ങനെയാണ് പിറ്റേന്ന് കേസ് കൊടുത്തത്. അപ്പൊ പിറ്റേന്ന് കൊണ്ടുപോയപ്പോ ഇവരെന്നെ പൂട്ടിയിട്ടു. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ആ രാത്രി എന്നെ പൂട്ടിയിട്ടപ്പോ രാത്രി മുഴുവനും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി. ഉറങ്ങിയിട്ടേ ഇല്ല. എന്താണ് തീരുമാനം എടുക്കേണ്ടത്, ഇവിടെ എന്ത് തീരുമാനം എടുക്കണം, ഞാനിങ്ങനെ ചിന്തിച്ചിങ്ങനെ പ്രാർത്ഥിച്ച് കരച്ചില് തന്നെയാണ്. അപ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ രാത്രിയിൽ ഈ പള്ളിക്കാരൊക്കെ വന്നിട്ട് വരുന്നപ്പോ എന്റെ വാപ്പ പറയുന്നു, മോനെ നമുക്ക് പോകാൻ, നമ്മൾ കൊടുത്ത കേസാണ്, പോലീസുകാർ ആ കേസ് മായ്ച്ചു കളഞ്ഞോളും, നീ ഒരു കാര്യം ചെയ്യാം, ഈ വിവാഹം ചെയ്യാൻ വന്ന ആൾ അപ്പോഴും അവിടെ ഉണ്ട്,